السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. قال الله تعالى في قرآنه المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. والذي قال لوالديه أف لكما أتعدانني أن نخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك إن آمن وعد الله حق فيقول ما هذا إلا أساطير الأولين. رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ ഈ ശബ്ദം ശ്രമിക്കുന്ന മാന്യ സഹോദരന്മാരെ, നമ്മുടെ മക്കൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് അല്പസമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമ്പത്താണ് അവരുടെ മക്കൾ. എന്നാൽ സാധാരണഗതിയിൽ അനുഗ്രഹത്തോടൊപ്പം തന്നെ അതൊരു പരീക്ഷണവും കൂടിയാണ്. അള്ളാഹുവിന്റെ അഭീഷ്ടങ്ങൾക്കനുസരിച്ച് മക്കളെ വളർത്താനും വളരാനും സാധിച്ചാൽ അതൊരു അനുഗ്രഹമാണ്. പടച്ചതമ്പുരാന്റെ താല്പര്യങ്ങൾക്ക് ജീവിതത്തിൽ പ്രാധാന്യമില്ലാത്ത മക്കൾ ഈ സമൂഹത്തിനും കുടുംബത്തിനും നാടിനും രാഷ്ട്രത്തിനും ഒക്കെ അപകടമാണ്. അതുകൊണ്ടൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചോളം അവന് കുഞ്ഞുങ്ങളുണ്ടാകുക എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെയും തൻ്റെ കുടുംബത്തെയും അള്ളാഹുവിൻ്റെ നന്മയാർന്ന വഴിയിലേക്ക് നയിക്കുവാൻ ആവശ്യമായ തലത്തിലാണ് നമ്മളെ മക്കളെ നാം വളർത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു സത്യവിശ്വാസിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്: യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കണം. സത്യത്തിൽ നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ സ്വന്തം ശരീരം തന്നെ നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ കഴിയാത്ത വിധം പ്രയാസത്തോടുകൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്: നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകാഗ്നിയിൽ രക്ഷിക്കണം. സാധാരണ ഒരു കുടുംബത്തെ ഒരു നൂൽപാലത്തിലൂടെ, കുത്തിയൊഴുകുന്ന വെള്ളം ചാട്ടത്തിന് മുകളിലൂടെ പോകുന്ന ഒരു നൂൽപാലത്തിലൂടെ തന്റെ കുടുംബത്തെ അക്കരെ കടത്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ആ യാത്രയിൽ തന്റെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും കൂടെയുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഏത് തരത്തിലാണ് ആ നൂൽപാലത്തിലൂടെ നാം മുന്നോട്ട് നയിക്കുക? അവരുടെ ചാഞ്ചാലിത്തങ്ങളിൽ, പാലത്തിന്റെ ഇളകളിൽ നാം മക്കളെ നെഞ്ചോട് ചേർത്ത് അപ്പുറം കടത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇവിടെ കുത്തിയൊഴുകുന്ന വെള്ളമല്ലേ ഉള്ളത്, നരകാഗ്നിയാണ്.
ആ നരകാഗ്നിയുടെ വഴിയിൽ നിന്ന് കുടുംബത്തെ സംരക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സത്യവിശ്വാസികൾ അറിയിക്കുകയാണ്. വലിയൊരു ബാധ്യതയാണ് അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകാഗ്നിയിൽ രക്ഷിക്കണം. ഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. കാരണം ആ നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇന്ധനമായി ഉപയോഗിക്കുന്നത് മനുഷ്യരെയും ഗന്ധകല്ലുകളുമാണ്. കത്താൻ ഉപയോഗിക്കുന്ന വാതകം ഫോസ്ഫറസ്, മഞ്ഞ ഫോസ്ഫറസ് ശരീരത്തിലടങ്ങിയ മനുഷ്യരെയും ഗന്ധകല്ലുമാണ് പടച്ചതമ്പുരാൻ നരകത്തിൽ ഉപയോഗിക്കുന്നത്. എന്ന് മാത്രമല്ല, അലൈഹ മലായികത്തുൻ ഗിലാൽ, പരുപരുത്ത ശക്തരായ മലക്കുകളെ പടച്ചതമ്പുരാൻ പാറാവ് നിർത്തിയിട്ടുണ്ട്. എന്തിന്? നരകത്തിൽ നിന്നിലേക്ക് ആരെങ്കിലും ചാടിക്കയറുമോ എന്ന നിലക്കാണോ? അല്ല, നരകത്തിൽ നിന്ന് ആരും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം പടച്ചതമ്പുരാന്റെ പരീക്ഷ സ്വഭാവക്കാരായ മലക്കുകൾ അതിന് പാറാവുണ്ട്. ലാ യഅസുനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ. പടച്ചതമ്പുരാന്റെ ഏത് കൽപ്പനകളെയും ശിരസ അംഗീകരിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ തയ്യാറായി നിൽക്കുന്ന മലക്കുകളെയും അല്ലാഹു ആ നരകത്തിന് പാറാവുകാരായി നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു നരകാഗ്നിയിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും രക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സത്യവിശ്വാസികളെ വിളിച്ചുണർത്തുകയാണ്. ഖുർആനിൽ അല്ലാഹു സൂറത്തുൽ മുനാഫിഖൂനിൽ വിശദീകരിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ. പടച്ചതമ്പുരാന്റെ നിയമങ്ങളിൽ നിന്ന് നിങ്ങളുടെ മക്കളാവട്ടെ നിങ്ങളുടെ മുതലാവട്ടെ ഒരിക്കലും നിങ്ങളെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ. ജീവിതത്തിൽ അശ്രദ്ധ ബാധിക്കാൻ സാധ്യതയുള്ള രണ്ട് സുപ്രധാന ഘടകമാണ്, ഒന്ന് സമ്പത്തും ഒന്ന് മക്കളും. കഴിവും യോഗ്യതയുമുള്ള മക്കൾ, തണ്ടും തടിയുമുള്ള മക്കൾ, ആരോഗ്യവും വിദ്യാഭ്യാസവുമുള്ള മക്കൾ ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചോളം സ്വാഭാവികമായും അല്പം അഹങ്കാരത്തിന് വക നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്താൽ പൊതാത്ത പണം, അതും പടച്ചതമ്പുരാൻ ഒരു മനുഷ്യൻ നൽകിയിട്ടുണ്ടെങ്കിൽ ആ നൽകിയ പണവും ഈ രണ്ട് വ്യവസ്ഥയും കൂടി ഒരുങ്ങുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ അഹങ്കാരിയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പടച്ചതമ്പുരാൻ അൽഹാഖുമുത്ത കാസുർ, നിങ്ങൾ പരസ്പരം അശ്രദ്ധാലുക്കളായിക്കൊണ്ട് ശ്രദ്ധയില്ലാത്ത പടച്ചതമ്പുരാന്റെ നിയമങ്ങൾ അവഗണിച്ചുകൊണ്ട് അഗണ്യകോടിയിലേക്ക് തള്ളി ജീവിക്കുന്ന ഒരു സമൂഹമായി മാറും. ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബർസ്ഥാനം സന്ദർശിക്കുന്നവരെ ഒരുപാട് ജീവിതത്തിന്റെ കൃത്യമായ അളവിനെ കുറിച്ചും സൂക്ഷ്മതയെക്കുറിച്ചും ബോധമില്ലാതെ പണത്തിലും പ്രതാപത്തിലും ഐശ്വര്യത്തിലും അതിൻ്റെതായ മോടിയിലും അതിൻ്റെതായ പളവളപ്പുകളിലും ജീവിച്ച് നിങ്ങൾ ശ്രദ്ധയില്ലാതെ ജീവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. പടച്ചതമ്പുരാന്റെ നിയമങ്ങളിൽ നിന്ന് നിങ്ങളുടെ മക്കളോ മുതലുകളോ നിങ്ങൾ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അങ്ങനെ ചെയ്തു പോയാൽ നിങ്ങൾ ഇഹപര നഷ്ടകാരികളായി മാറും. അതുകൊണ്ട് രണ്ട് ഉത്തരവാദിത്വം, ഒന്ന് നരകത്തിൽ രക്ഷിക്കണം. നരകത്തിൽ രക്ഷപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളിലും മുതലുകളിലും നിങ്ങൾ ഒരിക്കലും തന്നെ വഞ്ചിതരാവരുത്, അശ്രദ്ധമായ ജീവിതം നയിക്കരുത്. അപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായി, ഈ ദുനിയാവിൽ ഏറ്റവും വലിയ അനുഗ്രഹം പടച്ചതമ്പുരാൻ നൽകിയ അനുഗ്രഹമാണ് അൽ മാലു നിഅമത്തു മിനല്ലാഹ്. സമ്പത്ത് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെ അംവാലും ഔലാദും ഫിത്നത്താണ്, പരീക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ സമൂഹത്തിനും പരീക്ഷണ വസ്തുക്കളുണ്ട്, എന്നാൽ എന്റെ ഉമ്മത്തിന്റെ പരീക്ഷണ വസ്തു ഫിത്നത്തു ഉമ്മത്തി അൽ മാൽ, എന്റെ സമൂഹത്തിന്റെ പരീക്ഷണത്തിന്റെ അളവുകോൽ ധനമാണ്. അതുകൊണ്ട് മക്കളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വളരെയധികം സന്തോഷം നൽകുന്ന ഒരുപാട് അവസരങ്ങളും സന്ദർഭങ്ങളുമുണ്ട്. പക്ഷേ ആ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചാലും ശരി, പടച്ചതമ്പുരാന്റെ ദിക്റിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകാൻ പാടില്ല. അതാണ് പരിശുദ്ധ ഖുർആന്റെ അല്ലാഹുവിന്റെ നിർദ്ദേശം. എന്നാൽ അള്ളാഹുവിന്റെ നിയമത്തിന് ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ലാത്ത ഒരുപാട് കുടുംബാന്തരീക്ഷം സമൂഹത്തിലുണ്ട്. വെറുതെ തിന്നുക, കുടിക്കുക, സുഖിക്കുക, ഭോഗിക്കുക, ചെത്തി നടക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക,
തോന്നിയതുപോലെ ജീവിക്കുക. ഈ പറഞ്ഞ ഒരു അവസ്ഥയെക്കുറിച്ചോ തന്റെ ജീവിതം ഇതാ ഒരു ദിവസം കഴിയുമ്പോൾ മറ്റൊരു ദിവസത്തിലേക്ക് കടക്കുമ്പോൾ താൻ അപകടത്തിലേക്ക് നീങ്ങുകയാണ്. നമുക്ക് ആലോചിക്കാം, ഒരു 17 വയസ്സുകാരനായ അല്ലെങ്കിൽ വയസ്സുകാരിയായ ഒരു പെണ്ണ് 27 വയസ്സുകാരിയാകുമ്പോൾ അവളുടെ സൗന്ദര്യം, അവളുടെ ആരോഗ്യം 10 വർഷത്തേക്ക് വിട പറഞ്ഞു. 37 ആവുമ്പോൾ പിന്നെയും കുറഞ്ഞു. 47 ആവുമ്പോൾ വീണ്ടും സൗന്ദര്യവും ആരോഗ്യവും കുറഞ്ഞു. 57 ആവുമ്പോൾ വീണ്ടും സൗന്ദര്യവും ആരോഗ്യവും കുറയുകയാണ്, അല്ലെ? നേരെ മറിച്ച് 17 വയസ്സുകാരിയുടെ തഖ്വയല്ല 27കാരിക്കുണ്ടാവേണ്ടത്, 27കാരിയുടെ തഖ്വയല്ല 37കാരിക്കുണ്ടാവേണ്ടത്, 37കാരിയുടെ തഖ്വയല്ല 47കാരിക്കുണ്ടാവേണ്ടത്, 47കാരിയുടെ തഖ്വയല്ല 57കാരിക്കുണ്ടാവേണ്ടത് എന്ന് പറഞ്ഞാൽ തഖ്വയുടെ ഗ്രാഫ് ഉയരേണ്ടതാകും. നേരെ മറിച്ച് സൗന്ദര്യവും ആരോഗ്യവും പിറകോട്ട് പോവുകയാണ്, അല്ലെ? എന്നാൽ ഈ ഒരു ബോധം, എന്റെ ജീവിതം ഞാനിതാ അവസാനിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, അതുകൊണ്ട് എന്റെ റബ്ബിന്റെ നിയമങ്ങൾ അവഗണിച്ചുകൊണ്ട് ഞാൻ ഭൂമിയിൽ ജീവിച്ചുകൂടാ എന്ന ചിന്ത നമ്മുടെ ജീവിതത്തെ അടിമുടി സംസ്കരിക്കപ്പെടേണ്ടതുണ്ട്. ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്, വമൻ അഅറദൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ قال رب لما حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. ഖുർആൻ പറയുന്നു, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ. പടച്ച തമ്പുരാന്റെ നിയമങ്ങൾക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൽപ്പിക്കാത്ത ആളുകൾക്ക് പടച്ച തമ്പുരാൻ അനവധി നിരവധി പ്രയാസങ്ങൾ, മാനസിക സംഘർഷങ്ങൾ ദുനിയാവിൽ അല്ലാഹു നൽകും. അല്ലാഹുവിനോട് കടപ്പാടില്ലാത്ത ജീവിതം നയിക്കുന്നവർക്ക് പടച്ച തമ്പുരാൻ മാനസികമായി ഇടുക്കം കൊടുക്കും, പണം കൊടുക്കും, മക്കളെ കൊടുക്കും. പക്ഷേ അവയെല്ലാം അവന് മാനസിക സംഘർഷവും ടെൻഷനുകളും അതോടൊപ്പം തന്നെ മാനസിക പിരിമുറുക്കങ്ങളും അവൻ അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും. മരണം വരെ പടച്ച തമ്പുരാൻ സമാധാനം കൊടുക്കുകയില്ല. അല്ലാഹുവിന്റെ സ്മരണ വിട്ടുകൊണ്ട് ഏത് കുടുംബാന്തരീക്ഷത്തിൽ ആര് ജീവിച്ചാലും, എങ്ങനൊക്കെ അടിച്ചു പൊളിച്ച് ജീവിച്ചാലും, അടിച്ചു പൊളിച്ചവനും പൊളിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തവർക്കും അവന് തണലും നിഴലും നൽകിയ രക്ഷിതാക്കളും വേദനിക്കേണ്ടി വരും. അതാണ് ഖുർആൻ പറഞ്ഞത്, ദുനിയാവിൽ ഒരു സമാധാനവും കൊടുക്കുകയില്ല. എന്നാലോ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, പരലോകത്ത് പടച്ച തമ്പുരാൻ അവനെ കണ്ണുപൊട്ടനായി ഒരുമിച്ച് കൂട്ടും. പരലോകത്ത് അല്ലാഹുവിന്റെ ഈ ദിക്റിനെ, ഈ നിയമത്തെ മറികടന്നുകൊണ്ട് ഖുർആൻ പറഞ്ഞതുപോലെ വല്ലദീന കഫറൂ യതമത്തഊന വയൽകുലൂന കമാ യൽകുലുൽ അൻആം, നാൽക്കാലികൾ ഭക്ഷിക്കുന്ന പോലെ, നാൽക്കാലികൾ ഭോഗിക്കുന്ന പോലെ സുഖിച്ചാനന്ദിച്ച് ആഹ്ലാദിച്ച് ജീവിക്കുന്നവരെ പടച്ച തമ്പുരാൻ പറയുന്നു വന്നാറു മസ്വല്ലഹും, അവർക്ക് പടച്ച തമ്പുരാൻ അഭയകേന്ദ്രമായി നിശ്ചയിച്ചിരിക്കുന്നത് നരകമാണ്. അങ്ങനെയുള്ള ഒരു നരകത്തിലേക്ക് പോകാൻ മനുഷ്യരാരും ആഗ്രഹിക്കുകയില്ല, ബുദ്ധിയുള്ളവരാരും ആഗ്രഹിക്കുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് നാളെ പരലോകത്ത് അന്ധനായി ഒരുമിച്ച് കൂടേണ്ടി വരും. അപ്പം നമ്മൾ പടച്ചവനോട് ചോദിക്കും, ഖാല റബ്ബി ലിമ ഹശർതനി അഅ്മാ, പടച്ചവനെ നീ എന്തിനെ കണ്ണുപൊട്ടനായിട്ട് എന്നെ ഒരുമിച്ച് കൂട്ടിയത്? ഞാൻ ദുനിയാവിൽ നിന്ന് മരിക്കുമ്പോൾ എനിക്ക് 2 കണ്ണുണ്ടായിരുന്നു, എനിക്ക് അതിസാമർഥ്യമുണ്ടായിരുന്നു, ബുദ്ധി ഉണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു, മികവുണ്ടായിരുന്നു. എല്ലാം ഇല്ലാതെ എന്തിനാണ് പടച്ചവനെ ഒരു അന്ധനായി നീ എന്നെ ഒരുമിച്ച് കൂട്ടിയത്? അള്ളാഹുവിന്റെ മറുപടി, കാല കഥ അലിക്ക, കാര്യം നീ പറഞ്ഞത് ശരിയാണ്. മരിക്കുന്നവരെ നിനക്ക് കണ്ണുണ്ടായിരുന്നു, ആ കണ്ണുകൊണ്ട് നീ കാണേണ്ടുന്നൊരു വലിയ സത്യം ഞാൻ നിന്റെ മുമ്പിൽ എത്തിച്ചിരുന്നു. അത്തത്തൊക്കെ ആയാത്തുന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, നമ്മുടെ തെളിവുകൾ, നീ എങ്ങനെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള നിരവധി നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു വേദഗ്രന്ഥം നിനക്ക് നൽകിയിരുന്നു. അത് വിശദീകരിക്കാൻ പ്രവാചകന്മാർ വന്നിരുന്നു. നീ അതിനെ മറന്നുകൊണ്ടാണ് ദുനിയാവിൽ ജീവിച്ചത്. അതുകൊണ്ട് പടച്ച തമ്പുരാൻ ഇന്ന് നിന്നെയും മറക്കുകയാണ്. പരലോകത്ത് നിന്ന് അല്ലാഹു മറന്നു പോകുന്ന ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയുമോ? അതുകൊണ്ട് കുടുംബത്തെ പടച്ച തമ്പുരാന്റെ ചട്ടക്കൂട്ടിൽ ജീവിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ നമുക്കുണ്ടാവുകയും നമ്മൾ തിന്നു കുടിച്ചു കല്യാണം കഴിച്ചു കുട്ടികളുണ്ടായി അങ്ങനെ വീടുണ്ടായി ഗൾഫിലെത്തി ആരോഗ്യമൊക്കെ പോയി ശരീരത്തിന്റെ എല്ലാ ആരോഗ്യ വശങ്ങളും തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മക്കൾ ആരാണ്, ദുനിയാവ് എന്താണ്, പണം എന്താണ്, ഭാര്യ എന്താണ്, കുടുംബാംഗങ്ങൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് ഇപ്പോൾ സ്നേഹമുള്ളത് മനസ്സിലാവും. എഴുന്നേറ്റ് നടക്കുന്ന കാലമല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ബാദിറു ബിൽ അമാൽ, സൽക്കർമ്മങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. 7 കാര്യം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പായി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലൊന്നെന്താ? ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് ഹറമൻ മുഫ്രിദ, പിച്ചിമ്പയും പറയുന്ന വാർദ്ധക്യം വരുന്നതിന് മുമ്പായി പടച്ച തമ്പുരാനോട് അടുക്കണം കേട്ടോ. മർലൻ മുഫ്സിദ, നാശകരമായ രോഗം തന്നെ പിടികൂടുന്നതിന് മുമ്പ് നീ അള്ളാഹുമായി അടുക്കണം. നിനക്ക് നാശം ഭവിക്കുന്ന ഒരു രോഗം തന്നെ പിടികൂടിയതിനു ശേഷം നിനക്ക് പടച്ചവനോട് അടുക്കാൻ കഴിയില്ല. കിടന്നും നടന്നും എങ്ങനെ വേണമെങ്കിലും അള്ളാഹുവിനോട് അടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രായത്തിൽ അള്ളാഹുവിനോട് അടുത്തില്ല. പകരം പ്രായം വന്ന് റുക്കൂയിലും സുജൂദിലും ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ പള്ളികളിൽ അതാ കസേര നിരന്നിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ കസേരയിൽ ഇരുന്ന് നമസ്കരിക്കുന്നുണ്ട്. പല പെണ്ണുങ്ങളും വീട്ടിൽ ഇരുന്ന് നിസ്കരിക്കുന്നുണ്ട്. അല്ലെ, എല്ലാ സൗകര്യവും ഉള്ള സമയത്ത് പടച്ചവനുമായി അടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അവസാന വേളയിലെങ്കിലും പടച്ചവനോട് അടുക്കണമെന്നുള്ള ചിന്തയാണ് ഉണ്ടായത്. റസൂലുള്ളാഹി അതിനല്ല പ്രാധാന്യം കൊടുത്തത്. നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു രോഗം, ഒരു ക്യാൻസർ, ഒരു ഹാർട്ട് അറ്റാക്ക്, അതുപോലുള്ള രോഗങ്ങൾ, വിലയേറിയ കിഡ്നി ഫെയിലിയർ, ബ്ലഡ് ക്യാൻസർ, അങ്ങനെ തുടങ്ങുന്ന നിരവധി രോഗങ്ങൾ കൊണ്ട് പടച്ച തമ്പുരാൻ നമ്മളെ വേട്ടയാടുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിനോട് അടുക്കണമെന്ന് തോന്നുക. അല്ലെ, അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, അതുവരെ അവിശ്വാസിയായി താൻ തോന്നിയായി തനിക്ക് തോന്നിയതുപോലെ ഈ ദുനിയാവിലെല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് ജീവിച്ചു എന്നല്ലാതെ അള്ളാഹുവിനോട് അടുത്തില്ല. ചിലപ്പോൾ ആകസ്മികമായ മരണം ഉണ്ടാകുന്നതിന് മുമ്പ് പടച്ചവനുമായി അടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെ, അങ്ങനെ അള്ളാഹുമായി അടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് പകരം വല്ലദീന കഫറു യൗമ യുഅറദുൽ ലദീന കഫറു അലന്നാർ, പടച്ച തമ്പുരാനെ അംഗീകരിക്കാതെ അള്ളാഹുവിന്റെ ദിക്റുകൾക്ക് ജീവിതത്തിൽ പ്രാധാന്യം കടിക്കാതെ സുഖസുന്ദരമായ ജീവിതത്തിന് വേണ്ടി ദുനിയാവിന് ഉപയോഗപ്പെടുത്തിയ ആളുകളെ പടച്ച തമ്പുരാൻ നരകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയും, നിങ്ങളുടെ നിങ്ങളുടെ ഇഹലോക ജീവിതത്തിൽ നിങ്ങൾക്ക് അല്ലാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സുഖങ്ങളും എല്ലാ ആസ്വാദനങ്ങളും നിങ്ങൾ ആസ്വദിച്ചു കഴിഞ്ഞു. അങ്ങനെ അത് വസ്തം തഴുത്തും ബിഹാ, അതുകൊണ്ട് ആവശ്യമുള്ള എല്ലാ സുഖങ്ങളും അനുഭവിച്ചു. പണം കൊണ്ട് കിട്ടേണ്ട സുഖം അത് അനുഭവിച്ചു, മക്കളെ കൊണ്ട് കിട്ടേണ്ട സുഖം അനുഭവിച്ചു, എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി നീ ജീവിച്ചു. കൂട്ടത്തിൽ റബ്ബിനെ മറന്നു. അതുകൊണ്ട് പടച്ച തമ്പുരാൻ നിങ്ങൾക്കിന്ന് നിന്ദ്യമായ ശിക്ഷ ഒരുക്കി വെച്ചിരിക്കും. അപ്പോ ഇത്രയും മുഖപുരു പറഞ്ഞു വെച്ചത് നമുക്ക് ജീവിതത്തിനെ കുറിച്ചൊരു ദാർശനികമായ ഒരു ലക്ഷ്യമുണ്ടാവണം. അള്ളാഹുവിന്റെ കോടതിയിലേക്ക് തയ്യാറാക്കി അയക്കുകയാണ് ഞാൻ എൻ്റെ കുടുംബത്തെ. അതുകൊണ്ട് ആ കുടുംബം ഏത് നിലക്ക് ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ച് രക്ഷിതാക്കളായ നമുക്കൊരു ബോധമുണ്ടാവണം. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ തന്നെ നന്നാക്കി ജീവിക്കാൻ ശ്രമിച്ചാലും ശരി, നമ്മളുടെ മക്കൾ വളരെ അപകടത്തിലാണ്. കാരണം ഇന്നത്തെ ഇന്റർനെറ്റിന്റെ അനാശാസ്യത്തിന്റെ കുതിരയോട്ടത്തിലാണ് നമ്മളുടെ യുവാക്കൾ, നമ്മുടെ ചെറുപ്പക്കാർ. ഇന്റർനെറ്റിലൂടെ കിട്ടാവുന്ന എല്ലാ അനാശാസ്യങ്ങളും എല്ലാ തോന്നിവാസങ്ങളും എല്ലാ തമ്മാടിത്തങ്ങളും വീട്ടിലിരുന്ന് ഇന്റർനെറ്റിലൂടെ, കഫയിലിരുന്ന് ഇന്റർനെറ്റിലൂടെ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. ആൺകുട്ടികൾ പെൺകുട്ടികളോ പ്രേമത്തിന്റെ പ്രലോഭനങ്ങളുടെ വായാവലയത്തിൽ അവർ ജീവിക്കുന്നത് ഒരുപാട് പ്രയാസങ്ങളോടുകൂടി. എത്രയോ പെൺകുട്ടികൾ തന്തയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. മാനമില്ലാത്ത പെൺകുട്ടികൾ നമ്മുടെ വീട്ടിൽ വളരുന്നു.
മാനമില്ലാത്ത പെൺകുട്ടികൾ പറയുന്നു, എന്താ ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ഇത് ഞങ്ങളുടെ ജീവിതമാണ്, ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ഞങ്ങളെങ്ങനെ വസ്ത്രം അണിയണമെന്ന് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. അല്ല, നിങ്ങൾ നോക്കേണ്ടി നമ്മളെ വീട്ടിൽ ഇപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും പല ജാതി കളി നാട്ടിൽ നടക്കുന്നുണ്ട് അല്ലേ. ഒരു എല്ലാ മോശപ്പെട്ട കളികൾ എടുത്തു നോക്കിയുള്ളൂ, എല്ലാ വേണ്ടാത്തരുള്ള. നമുക്ക് ഏത് കളി വേണേ എടുത്തു, ഒരു ബാറ്റ്മാൻ എടുത്തു നോക്കും. ബാറ്റ്മാൻ എടുത്താൽ ആണുങ്ങൾ ട്രൗസറാ, മുട്ടുവരെയല്ല. പെണ്ണുങ്ങളോ നിങ്ങളുണ്ടല്ലേ അങ്ങനെ കുലുക്കുന്നു. എന്താ ഈ കുലുക്കുന്നുണ്ട്? നാട് മുഴുവൻ കുലുക്കുകയാണോള്. എന്താ ഇതിന് മാത്രം ഓളടുത്തുള്ളത്? എന്താ ഓളടുത്ത് കുലുക്കാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശർറു നിസായിക്കും, നിങ്ങൾ ഏറ്റവും മോശപ്പെട്ട നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പെണ്ണുങ്ങളുണ്ട്. അവരാണ് അൽ മുതബർരിജാത്ത്, ആളുകളെ കാണിക്കാൻ വേണ്ടി ശരീരം കൊണ്ട് കുലുക്കി നടക്കുന്നവർ. അൽ മുതഖയ്യിലാത്ത്, ലോകം കണ്ട ഏറ്റവും വലിയ പൊങ്ങച്ചക്കാരികൾ. ഹുന്നൽ മുനാഫിഖാത്ത്, അവർ കപടവിശ്വാസിനികളാണ്. അവർ ചിലപ്പോൾ ഹജ്ജിന് പോയിട്ടുണ്ടാവാം, ഉംറക്ക് പോയിട്ടുണ്ടാകാം, ഹജ്ജുമ്മ ബിയ്യുമ്മ ഗുയ്യുമ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ടാവാം. പക്ഷെ ഇതൊന്നും ഹജ്ജുമ്മയും ഗുയ്യുമ്മയും ഒന്നല്ല, ഇതൊക്കെ നരകത്തിന്റെ വിറകുള്ളികളാണ്. സാധാരണ നമ്മളെ നാട്ടിൽ നടക്കുന്ന പെൺകുട്ടികളൊക്കെ തന്നെ നമ്മളെ വീട്ടിലുള്ള ഇന്റേതാവാം, നിങ്ങളുടേതാവാം, നാട്ടിലുള്ള ആളുടെ മക്കളാവാം. മക്കൾ ആൺകുട്ടികൾ ഇന്റർനെറ്റിന്റെ അനാശാസ്യത്തിന്റെ കുതിരയോട്ടത്തിൽ ഓടുമ്പോൾ പെൺകുട്ടികൾ ഈ നിലക്ക് നടക്കുന്നു. നമ്മുടെ രാജ്യത്ത് ബലാത്സംഗങ്ങൾ നടക്കുന്നു. ചെറുപ്പക്കാരായ ആളുകൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ നിന്ന് സൗമ്യ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ബലാത്സംഗം താഴെ തള്ളിയിട്ട് ബലാത്സംഗം ചെയ്യാൻ മാത്രം അവന്റെ മൃഗപ്രായം ഉണർത്താനുണ്ടായ പ്രധാന കാരണം അവനേക്കാൾ വലുത് ഇവിടുത്തെ സ്ത്രീകളാണ്. നമ്മുടെ ശ്രീമതി ജസ്റ്റിസ് അവര് പറയുകയാണ്, ഇപ്പോൾ അവനെ തൂക്കിക്കൊല്ലണം. ശ്രീമതി ശ്രീദേവി, ജസ്റ്റിസ് ശ്രീദേവി പറയുന്നു അവനെ തൂക്കിക്കൊല്ലണമെന്ന്. ഇസ്ലാമിന്റെ നിയമം ഇത്തരം ആളുകളെ കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ നാട്ടിൽ വിപ്ലവം ഉണ്ടാക്കുന്ന ആളുകൾ പറഞ്ഞു, കാടത്തമാണ്, തനി കാടത്തമാണ്. അല്ല കൂട്ടരെ, രാജ്യത്ത് പാഠം പഠിപ്പിക്കേണ്ടതുണ്ട്. അതിന് മനുഷ്യാവകാശം എന്നല്ല പറയുക, മൃഗത്തിന്റെ അവകാശമാണ് നിങ്ങൾ നേടാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കറിയും രാജ്യം എവിടേക്ക് പോകുന്നു അറിയണം. ഈ രാജ്യത്തുള്ള നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ, അത് ഞാനൊരു മതവിഭാഗത്തിനെ അല്ല പ്രതിനിധീകരിക്കുന്നത്, ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളും ധാർമ്മികമായ വസ്ത്രധാരണയും ധാർമ്മികമായ നടത്തവും ഇരുത്തവും വേഷവും ഒക്കെ അണിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയാൽ രാജ്യം സമാധാനത്തിലാവും. അല്ലെങ്കിൽ ചെറിയ ചെറിയ പെൺകുട്ടികളെ കൊന്ന് തെങ്ങിൻ കുഴിയിൽ കുഴിച്ചു മൂടും. കാരണം അത്രമാത്രം മൃഗപ്രായമായി മനുഷ്യന്റെ വികാരത്തെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലാണ് നിങ്ങളുടെ നടത്തം. ഇപ്പൊ ഇസ്ലാമിക വേഷം എന്ന് പറഞ്ഞൂടെ പർദ്ദ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പെണ്ണുകുട്ടികളുണ്ടല്ലോ, ഓലൊന്നും അണിയുന്ന പർദ്ദയൊക്കെ ഓല ശരീരത്തിന്റെ സൗഷ്ഠഭാഗങ്ങൾ പുറത്തേക്ക് എങ്ങനെ പ്രദർശിപ്പിക്കണം, അതിന് ബോഡി ഷേപ്പ് പറഞ്ഞിട്ട് നടക്കുന്നത് കേട്ടോ. അതിന്റെ മുമ്പ് ഒരു പർദ്ദന്റെ പേര് തന്നെ അപായം എന്നാണ്. അപകടം എന്നാണല്ലോ. പിന്നെ ഓരോരോ പെൺകുട്ടികളുണ്ടല്ലേ, ഇപ്പൊ പർദ്ദ നമ്മളോട് ഖുർആൻ എന്താ പറഞ്ഞ്, മാർവിടത്തിലേക്ക് മക്കനുകൾ താഴ്ത്തിയിട്ടെ എന്നല്ല പറഞ്ഞ്. ഇപ്പൊ അങ്ങനല്ല, പെൺകുട്ടികൾ തേങ്ങൽക്കാർ തെങ്ങും കയറുന്ന ഇവിടെ വലിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കണ്ടിട്ടുണ്ടോ, കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുക. ഇത് സൗന്ദര്യം വെളിവാകാതിരിക്കാനുള്ള വസ്ത്ര. ഇതിപ്പോ കാര്യമായിട്ട് എവിടെ നോക്കിയാലും കാണും അക്വാലത്തിൽ ഡെക്കറേഷൻ. കാരണം ഏത് വയസ്സത്തെയും ചെറുപ്പക്കാരത്തെയാകാൻ പറ്റാവുന്ന ഒരു സാധനം അത്. ഇത് ഈ പുട്ട് ചുറ്റുന്നില്ല, പുട്ടും കുറ്റിക്ക് ചുറ്റി കൊടുക്കുന്നില്ലേ, അതേമാതിരി ഇങ്ങനെ ചുറ്റി കൊടുക്കല. അപ്പൊ ഇവിടെ ഒക്കെ ജീവിക്കുന്നത് നമ്മളുടെ പെൺകുട്ടികളാണ്, നമ്മളെ ഭാര്യയാണ്, നമ്മളെ പെങ്ങളാണ്. ഓൾ അങ്ങനെയാണ്. പിന്നെ ഡാ കുട്ട പോട്ട ടാറ്റ പോട കുട്ട ടാറ്റ സംസ്കാര പോട്ട കുട്ട കേൾക്കും വിചാരിക്കും ആൺകുട്ടിനോടാണ്. കാരണം ആ നിലക്ക് ഇതൊക്കെ ഒരു അങ്ങനെയുള്ള പെൺകുട്ടികളുണ്ടല്ലേ, കൊമേറിയൻ നായ്ക്കുട്ടിന്റെ മാതിരിയാണ് മുടിയൊക്കെ വെട്ടിയത്. എന്നിട്ട് ഇങ്ങനെ ആക്കല. എന്താ പറയാ, ഞാൻ എന്ത് പറയും, എന്ത് പറയണം, എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയൂടാ, എങ്ങനെ തുടങ്ങുന്ന അറിയൂടാ, എനിക്കൊരു പുണ്ണാക്കും അറിയില്ല, എനിക്ക് അന്നെപ്പറ്റി തന്നെ അറിയില്ല. ഈ ലോകത്ത് രാജ്യത്ത് വളക്കുന്ന എന്റെ അഭിപ്രായത്തിൽ, സ്വന്തമായ അഭിപ്രായം പറയാൻ, 20 വയസ്സൊരു പൊങ്കിട്ട് ജീവിക്കുമ്പോഴേക്കും 20,000 ചെറുപ്പക്കാരെ കേടെടുത്തോളൂ.
സംശയിക്കണം. അത് പുറയുള്ളതായിട്ടും അല്ലാത്തോ. നമ്മളെ രാജ്യത്തുള്ള ആൾക്കാരുടെ മനുഷ്യൻ അള്ളാഹു വികാരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താ വലിയൊരു അനുഗ്രഹമാണ്. കാരണം സ്ത്രീയെ ഭർത്താവ് സ്നേഹിക്കണമെങ്കിൽ ഈ വികാരം എന്ന് പറഞ്ഞ സാധനം ഇട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് അള്ളാഹു മബദ്ദത്തും റഹ്മത്ത് എന്ന് പറഞ്ഞത്. നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ അള്ളാഹു സ്നേഹമെന്ന് പറയുന്ന വികാരവും കാരുണ്യം എന്ന വികാരവും നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ട് തന്നതാ. അത് ഇട്ട് തന്നത് വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ അതിന്റെ അളവിൽ അത് ഉപയോഗിക്കാൻ ശീലിക്കണം. സ്വന്തമായ നമ്മളെ ഈ ഭാഗത്തുള്ള കുറ്റ്യാടി, പേരാമ്പ്ര, കക്കട്ടിലെ ആ ഭാഗത്തുള്ള പെണ്ണുങ്ങൾ കോഴിക്കോട് ടൗണിൽ കൂടെ നടക്കുന്ന അറികള് പറന്നിട്ടുണ്ടാവും, മഫ്ത ഉണ്ടാവില്ല. ഒരു 5-6 പവന്റെ മാലി, ഒരു 5-8 എണ്ണം ആസ്പത്രിയിലും കാണാം. എല്ലായിടത്തും നടക്കുകയാണ്. ടിഫിൻ പാത്രേറ്റ് കഞ്ഞാണ്. കള്ളന്മാർ വെറുതെ ഉണ്ടാവും. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ഒക്കെ കക്കട്ടിൽ കുറ്റ്യാടി, പേരാമ്പ്ര വൈക്കുള്ളവരായിരിക്കും പെണ്ണുങ്ങൾ. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വന്നല്ലോ കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട ഇയാൾ നമ്മളെന്തോ പറയാൻ വന്നാണ്. അതിനൊന്നും കരാറെടുത്തില്ല. ഇവിടുത്തെ സ്ത്രീകളുടെ സ്വഭാവം എന്താന്ന് വെച്ചാൽ അങ്ങനെ അപ്പം പൊന്ന് ബാലി വലിച്ചു പറഞ്ഞു പാഞ്ഞു അല്ലേ. ഒരു പെണ്ണ് മെഡിക്കൽ കോളേജിൽ വന്നിട്ട് ആ പെണ്ണ് അവിടെ ഉള്ള ഒരാളോട് ലോകം കൂടി അവിടുന്ന് റോട്ട് വന്ന് കണ്ടിട്ട് എന്നിട്ട് ഓനക്ക് മാല അയച്ചു കൊടുത്തു പണയമൊക്കെ. അത്ര സ്നേഹമായി പെണ്ണുങ്ങൾക്ക്. സ്വന്തം അമ്മനോടില്ലാന്ന് മാത്രം. മോളെ ആ പാത്രം എടുത്താറിഞ്ഞാൽ എനിക്കിപ്പോ ഈ അറിയില്ല. റോട്ട് വന്ന് കണ്ടവനക്ക് മാല അയച്ചു കൊടുക്കും. ഇത്രേ ഉള്ളൂ. അപ്പൊ യാതൊരു ബോധവും ഗന്ധവും ഇല്ലാതെയാണ് നമ്മുടെ സമൂഹം വളരുന്നത്, നമ്മളെ മക്കൾ വളരുന്നത്. ഞാൻ നിങ്ങളെ ബോധപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാട്ടോ. നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഈ ഭാഗത്തുള്ള പെണ്ണുങ്ങൾ എന്ന് പറയാൻ കാരണം ഈ ഭാഗത്തുള്ള പെണ്ണുങ്ങളോളം നല്ല പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം അത്രമാത്രം ഒരു കാലഘട്ടത്തിൽ കിതാബ് ഓതുക എന്ന ഒരു വലിയ മഹനീയമായ ദൗത്യം നിർവഹിച്ച രാജ്യമാണ്. എന്ന് മാത്രമല്ല ഒരുപാട് നന്മകളുള്ള നല്ല മനുഷ്യർക്ക് ഒരുപാട് ജന്മം നൽകിയ മാതാക്കളുള്ള നാടാണ്. അതേ നാട്ടിൽ തന്നെയാണ് സാധാരണഗതിയിൽ ഭയങ്കര നാവു എന്നാ പറയാ പെണ്ണുങ്ങൾക്ക് അല്ലേ. അപ്പൊ ഇതൊക്കെ കാരണം എന്താ അറിയോ, നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കേണ്ടതുണ്ട്. എത്രത്തോളം സമയം ഉണ്ടാവും എനിക്കറിയാൻ കഴിയില്ല. എന്നാൽ ഞാനൊരു ലൈനിൽ തന്നെ പോയി നോക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കത്തക്ക രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ളൊരു ബാധ്യത നമുക്കുണ്ട് എന്നാണ് ഞാൻ ഇതുവരെ സൂചിപ്പിച്ചത്. എന്നാൽ അതിന് നമ്മൾ ചെയ്യേണ്ട ചില ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും പഠിപ്പിച്ച ഒരു സന്ദേശം. ഒരു കുട്ടി നമുക്ക് ജനിച്ചാൽ ആ കുട്ടിക്ക് ഒരു ഇസ്ലാമികമായ സ്വഭാവത്തിലുള്ള പേരിട്ട് കൊടുക്കണം. കണ്ട അടാ ഉണ്ടി നിലടന്ന് ഓന്റെ ആദ്യ അക്ഷരം ഇവിടെ അവസാന അക്ഷരം കൂടി കൂട്ടിയിട്ടല്ലേ ഉണ്ട്. പിന്നെ ചിലവര് കുറെ കയ്യട്ടെ ഇപ്പൊ ഞാൻ ബാപ്പു എന്നാ വിളിക്കുക, എന്നാ എനിക്ക് കോപ്പ് വിളിച്ചാൽ കുറെ കയ്യട്ടെ. ഓന്റെ അമ്മ പറഞ്ഞു വേറൊന്ന്, ഓളമ്മ എന്ന് പറഞ്ഞു, ഓന്റെ പെങ്ങള് വേറൊന്ന് പറഞ്ഞു അല്ലേ, അങ്ങനൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പേരിടില്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. സക്കരിയ നബിക്ക് ഒരു കുഞ്ഞുണ്ടായപ്പോൾ പടച്ച തമ്പുരാൻ ആ സന്തോഷ വാർത്ത അറിയിച്ചു. ആ സന്ദർഭത്തിൽ ഇതാ കുട്ടിക്കുള്ള പേര് യഹ്യ എന്നാണ്. യഹ്യ നല്ല പേരാ അല്ലേ, യഹ്യ എന്ന്. എന്നിട്ട് പറഞ്ഞു ഇവനോട് പേരൊത്തൊരു കുഞ്ഞ് ഇതുവരെ ഉണ്ടായിട്ടില്ല, അത്രമാത്രം നല്ല പേരാണ്. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, അഹ്സിനു അസ്മാക്കും, ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുട്ടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി നല്ല പേരിട്ട് കൊടുക്കുക കേട്ടോ. നല്ല പേര് അവനെ വിളിച്ചാൽ അത് മുസ്ലിം തന്നെയാണെന്ന് ബോധ്യപ്പെടണം. ഇപ്പോ പിന്നെ ഇവന്റെ പേര് കേട്ടാൽ മുസ്ലിമാണോ അമുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ അതൊന്നും അറിയാത്ത കോലത്തിലുള്ള പേരാപ്പെട്ടൊക്കെ. അതുകൊണ്ടാണല്ലോ നമ്മളെ വിവരക്കുറവുകൊണ്ടാണല്ലോ 2000 പേര് ഇറങ്ങി അടങ്ങുന്ന ഒരു പുസ്തകം നമുക്ക് പേരിടാൻ. അപ്പൊ നമ്മളെ വിവരക്കുറവ് എത്ര പോലും മനസ്സിലായില്ലേ. എന്നിട്ട് അതിലൊന്നും ഇല്ലാത്തത് എടുക്കാൻ വേണ്ടിയിട്ട് ഗൾഫ് രാജ്യത്തൊക്കെ പോയിട്ട് ഉറുദുവിലുള്ള കുറെ പേരുകൾ ഇങ്ങനെ, മൂപ്പര് ഗൾഫിലാ, ഇവിടെ ബൾക്ക് ഒരു കുഞ്ഞെനിച്ചിന്, ഈ പേര് മൂപ്പര് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. ഒരു ഇസ്ലാമിക പേരുള്ള പേരിട്ട് കൊടുക്ക്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അഹ്സിനു അസ്മാഅക്കും, നല്ലൊരു പേരിട്ട് കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന അഹബ്ബ അസ്മാഅക്കും ഇലല്ലാഹി അബ്ദുല്ലാഹ്, അബ്ദുറഹ്മാൻ. ഇങ്ങനത്തെ പേരാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം.
ആൺകുട്ടിയാണെങ്കിൽ ഒരിക്കൽ അബൂ സലമ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സുമ്മിയത്ത് ബർറ, കുട്ടിക്ക് പേരിട്ടു ബർറ എന്ന്. ഫഖാൽ റസൂലുള്ളാഹി, നബി പറഞ്ഞു, ലാ തുസക്കു അൻഫുസക്കും, സ്വയം നിങ്ങൾ പ്രശംസിക്കരുത്. ബർറ എന്ന് പേരിടുന്നതിനേക്കാൾ നല്ലത് അല്ലാഹു അഅലം ബി അഹ്ലിൽ ബിർരി മിൻകും സമ്മൂഹാ സൈനബ്, അങ്ങനെയാണ് അവർക്ക് സൈനബ് എന്ന റസൂലുള്ള പേര് മാറ്റിയിട്ടത്. ബർറ എന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്യുന്നോളന്നല്ലേ. ബർറ എന്ന് പേരിടുമ്പോ എന്താ തോന്നുക, ചീത്ത പേരെന്നല്ലോ, നല്ല പേരല്ലേ. എന്നിട്ട് പോലും റസൂലുള്ള സൈനബ് എന്ന് മാറ്റുകയാണ്. കാരണം സ്വയം സംസ്കരിക്കപ്പെടേണ്ട ഒരു കുട്ടിയാണ് ഇവന്. ഈ കുട്ടിക്ക് വേണ്ടി രാജ്യത്ത് നല്ല ഒരു കുഞ്ഞിവൻ വളരണം. അതിന് സന്തോഷമായിട്ടാണ് ഈ ഹഖീഖ് അറക്കുന്നത്. ആ കുഞ്ഞിനെ പ്രഭു നൽകിയെന്നുള്ള. അപ്പൊ ആ നിലക്ക് കുഞ്ഞിനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. ചെറുപ്പം മുതലേ ഒരു കുട്ടിനെ വളർത്തുമ്പോ ചെറുതാവുമ്പോ തന്നെ ഒരു 7 വയസ്സാവുമ്പോ റസൂലുള്ള പറഞ്ഞു, ഒരു 7 വയസ്സാവുമ്പോഴേക്കും തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നമസ്കാരത്തിന് ശീലിപ്പിക്കണം. അവര് 10 വയസ്സായിട്ട് നമസ്കരിച്ചില്ലെങ്കിൽ ഫളരിബൂഹും അലൈഹാ, അതിന്റെ പേരിൽ ശിക്ഷിക്കണം. ആ നിലക്കായിരിക്കണം. മുറു ഔലാദക്കും, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ കൽപ്പിക്കണം, ബിസ്സലാ വഹും അബ്നാഉ 7 സിനീൻ, 7 വയസ്സുള്ളപ്പോൾ തുടങ്ങണം നമസ്കാരം, പടച്ചോനുള്ള ബോധം. അങ്ങനെ ആ കുട്ടിയെ 10 വയസ്സാകുന്നവരെ ആ ശീലത്തിൽ വളർത്തിക്കൊണ്ടുവരണം. ആ നിലക്ക് വളർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അതിന് പറ്റാവുന്ന സാഹചര്യങ്ങൾ അവർ ഒരുക്കി കൊടുക്കണം. വീടുകളിലുള്ള ആളുകൾ നമസ്കരിക്കുന്നവരാവണം. അപ്പൊ ആ നിലക്ക് കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരണമെന്നാണ് വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശം. മഹാനായ ലുഖ്മാൻ ഹക്കീം തന്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ബുനയ്യ അഖിമിസ്സലാ, മോനെ നമസ്കാരം നിലനിർത്തണം കേട്ടോ. നീ വഅ്മുർ ബിൽ മഅറൂഫ്, ആൾക്കാരോടൊക്കെ നല്ലത് പറഞ്ഞ് ശീലിക്കണം. വൻഹാനിൽ മുങ്കർ, തിന്മയുടെ ഭാഗത്ത് കാണുകയാണെങ്കിൽ മോനെ നിരോധിക്കണം. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, നമസ്കാരം നിർവഹിക്കണം. ഒരു ബാപ്പ മകനോട് പറയാം, മോനെ ഇജ്ജ് നിസ്കരിക്കണം, എന്നിട്ട് ഈ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെ ചീത്ത കാര്യങ്ങൾ നീ എന്താക്കണം, നിരോധിക്കണം. അങ്ങനെ വരുമ്പോൾ ചീത്തക്കാര്യങ്ങൾ വിരോധിക്കാൻ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും പല പ്രശ്നങ്ങളും ഉണ്ടാവും. പല ആളുകളും പരിഹസിക്കും. പല ആളുകളും എന്റെ കുടുംബത്തിലില്ലടോ, അങ്ങനത്തോൻ അവരൊക്കെ നന്നാക്കിയിട്ട് പോരടോ, എന്റെ നേരെ പലതുണ്ടാവും അല്ലേ. അപ്പോഴോ നിനക്ക് സമൂഹത്തിൽ നിൽക്കേണ്ടി വരുന്ന എല്ലാ പ്രയാസങ്ങളെയും നീ ക്ഷമിക്കണം മോനെ. എന്തെല്ലാം കാര്യമാണ് പറഞ്ഞത്, നമസ്കാരം നിലനിർത്തണം മോനെ, നീ നമസ്കാരം നിലനിർത്തണം. പോരാ നന്മ കൽപ്പിക്കണം, പോരാ തിന്മ വിരോധിക്കണം. സമൂഹത്തിൽ നന്മ കൽപ്പിക്കാൻ പ്രയാസമല്ല, തിന്മ വിരോധിച്ചാൽ പ്രയാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് പല ആൾക്കാരും തിന്മ വിരോധിക്കാത്തത്. നമുക്കെല്ലാവരും വേണം, നമുക്കെല്ലാ മനുഷ്യരും വേണം. ഇപ്പൊ കണ്ടില്ല നിങ്ങള് ചില തിന്മകളൊക്കെ, ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഈ ഭാഗത്തൊക്കെ വന്നുകൂടിയ ആദ്യം മുമ്പ് ഇത് തുടങ്ങിയത് കോഴിക്കോട് ടൗണിനാ തുടങ്ങുക, എല്ലാ വേണ്ടാത്തതും തുടങ്ങൽ ടൗണിനാ. പിന്നെ അത് ഇങ്ങോട്ട് ഒലിച്ചിറങ്ങിയാൽ ഇവിടുന്ന് പോവില്ല, പള്ളാണാൻ പോവുക. ഇവിടെ ഉണ്ടോ, അവിടെ ഉണ്ട് ആദ്യം പള്ളാണാൻ പോവുക, ദിവസം നിശ്ചയിക്കുക, അതിന് അങ്ങോട്ട് കൊടുത്തയക്കുക, ഇങ്ങോട്ട് കൊടുത്തയക്കുക. കോഴിക്കോട് ഇത് പള്ളാണാൻ പോകുമ്പോൾ ഫ്രിഡ്ജേ കൊണ്ടുപോയി, ഫ്രിഡ്ജ് പള്ള പോലത്തെ സാധനമുള്ള, പല സാധനം സൂക്ഷിക്കാനുള്ള ആളോ, അതിന്റെ ഒരു സിമ്പലായിട്ട് ഒരു എംബ്ലം എന്നുള്ളവർക്ക് ഫ്രിഡ്ജെ കൊണ്ടുപോയി. ഏത് മുസ്ലിങ്ങളുടെ പേരാണ് നിങ്ങൾ ഇതിന് പറയാ? ഒരു പെണ്ണ് പ്രസവിക്കാൻ വിളിച്ച് കൂട്ടിക്കൊണ്ടോടെ നിങ്ങൾ കൊണ്ടേക്കോ, നിങ്ങൾ ഓളെ വീട്ടിൽ നിന്നാണ് ഓള് പ്രസവിക്കാൻ അവൾക്ക് സൗകര്യമെങ്കിൽ അവിടെ കൊണ്ടേക്കോ. അതിനെന്താ ഈ മാമൂലി ബാത്ത് അല്ലാഹു റസൂൽ പഠിപ്പിച്ചിരുന്നു? അല്ലെ നിങ്ങൾ മുസ്ലിമാണോ? സാധാരണ പല സംസ്കാരങ്ങളും മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നുകൊള്ളങ്ങനെ. അപ്പൊ അള്ളാഹു വലിയൊരു അനുഗ്രഹം കൊടുത്തു, ഒരു വീടുണ്ടാ വെച്ചു. അള്ളാഹു ഒരു വീടുണ്ടാക്കാൻ അനുഗ്രഹം കൊടുത്താൽ ആ വീടുണ്ടാന്റെ പണി കഴിഞ്ഞാൽ അതിനൊരു കുറ്റൂസ് അടച്ചു. ആദ്യം തുടങ്ങിയ കുറ്റൂസ് അല്ലെ, കുറ്റി പൂജാനാ. കുറ്റി അടിച്ചില്ലേ പുറക്ക്, അതിന്റെ പൂജ, അതാണ് കുറ്റൂസ. അത് പിന്നെ കുറ്റി മൂസാക്കിയതാ. കുറ്റി പൂജ എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിം ടച്ചില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറ്റി മൂസ, അപ്പൊ പിന്നെ കുറ്റൂസ. അതിനെന്ത് ചെയ്യണം? അതിനൊന്നുമില്ല, അത് അള്ളാഹു ചെയ്തെന്നൊരു അനുഗ്രഹമല്ലേ. അതിന്റെ നന്ദി എടുപ്പത്തന്നെ കാണിച്ചാളാ. രാവിലെ തന്നെ പാല് കാച്ചൽ കർമ്മം നടന്നോട്ടെ. പാല് കാച്ചി അടുപ്പ് തൂക്കുക. എന്താന്നാല് അടുപ്പിൽ തീയൊക്കെ കെടും. അപ്പൊ എന്തായി? അഗ്നിയെല്ലാം ശമിച്ചു. ആരുടെ ആരാധന അത്? അഗ്നി ആരാധകരുടെ. ഇങ്ങനെ ഓരോ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ഹദിയല്ലത്, അതൊക്കെ ഹദിയത്ത് യഹൂദ്, ജൂതന്മാരുടെ ചര്യകളാണ്. ഈ ഹദിയിൽ യഹൂദുകളെല്ലാം എടുത്ത് മുസ്ലിങ്ങളിലേക്ക് ഭാരമേൽപ്പിച്ച് വിട്ടിരിക്കുകയാണ്. അതിലിപ്പോ ഇവിടെ മുസ്ലിങ്ങളാണ് എല്ലാ തെറ്റുകളും വേഗം എടുക്കുക. അതിലൊന്നാണ് നാട്ടില് പിന്നെ പള്ളാണാൻ പോവുക, കൊള്ളാണാൻ പോവുക. എന്തിനതിന്? ആരാണ് ഇതൊക്കെ പഠിപ്പിച്ചെന്ന്? എന്ത് ഇസ്ലാമിന്റെ പേരിലാണ് ചെയ്യുന്നത്? എന്നിട്ട് അതിന്റെ കുറഞ്ഞ മനസ്സിലല്ലേ,
ഇതെന്താ അറിയുള്ളൂ, ഇതിന്റെ പ്രധാന ഒരു അത് ഓടുന്ന നുള്ളണം എന്നറിയോ, ഇത് ഓടുന്ന നുള്ളണ്ട് അറിയോ, ഈ രോഗം നുള്ളണ്ട ഒരു സ്ഥലമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഒരു സാധാരണഗതിയിൽ ഒരു ഇതിന്റെ ഈ രോഗം നുള്ളണ്ട സ്ഥലം എവിടുന്ന് അറിയോ, ഈ ഭാര്യ വീട്ടുകാരും ഭർത്താവിന്റെ വീട്ടുകാരും തമ്മിലുള്ള വ്യത്യാസം സമൂഹം ഉണ്ടാക്കിയത് മുതലാണ് ഈ ജാതി എല്ലാം ഇറങ്ങുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടുകാർ കുറച്ച് വലിയോരും പെൺവീട്ടുകാർ ശേഷം താന്നോലും ആണെന്നുള്ളൊരു ധാരണ ഒരു ജാഹിലിയത്ത് മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നത്. നമ്മൾ ആൺവീട്ടുകാരല്ലേ, ഓല് പെൺവീട്ടുകാരല്ലേ, താന്ന് നിൽക്കണ്ടേ? ഇല്ലട്ടോ, ഇല്ലേ. നിങ്ങൾ മുസ്ലിമിൻ്റെതായ സംസ്കാരത്തിലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ അമ്മസാങ്കാരാ മഹാനായ അബൂബക്കർ സിദ്ദീഖ്, നിങ്ങറിയില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു നബിന്റെ അമ്മസാങ്കാരാ, പ്രിയപ്പെട്ട കൂട്ടുകാരാ നബിന്റെ കേട്ടോ. അവിടെ ഉണ്ടോ അല്ലെ എന്തെങ്കിലും ഐത്തങ്ങള്? സാധാരണ ഭാര്യന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഭർത്താവിന്റെ വീട്ടിൽ വന്നാല് ഓന്റെ അമ്മക്ക് കണ്ണ് പൊന്തൂല. അപ്പോ സാധാരണ പെണ്ണുങ്ങള് ഭാര്യന്റെ വീട്ടുകാരെയും വന്ന ഓന്റെ അമ്മ ഇരിക്കി, ഓർക്ക് ശേഷം ചായ കുടിക്കി, എന്താ ചായ കാണാണ്ട് വന്നായിരിക്കേ, കാലം വരെ ചായ കൊടുക്കി. നിങ്ങൾ എപ്പോഴാ പോണത്? വന്ന ഉടനെ തന്നെ എപ്പോഴാ നിങ്ങൾ പോണത്? എനിക്കിവിടെ കുറെ പണിയുണ്ട് അതുകൊണ്ടാണ്. നേരെ മറിച്ച് ഓന്റെ അമ്മ ഇങ്ങോട്ട് വന്നാലോ ഇവളമ്മ ഇരിക്കിട്ടോ, നിങ്ങൾ ഇരിക്കേ, എന്താ സൗണ്ടിന്റെ സ്ലോല് ഉണ്ടെങ്കിൽ അതിന്റെ ആ സ്ലാങ് വ്യത്യാസം ഇരിക്കേ, ഇവർക്ക് ചായ കുടിക്കേ, കുട്ടികളൊക്കെ ചായ കുടിച്ചോ, ആരോടുള്ള ഇഷ്ടപ്പെട്ടല്ലോ, ഇതൊക്കെ പണ്ടാറടക്കട്ടെ വെച്ചിട്ടാ. ഓ പിയാപ്പിളിന്റെ അമ്മയാണ്, അതിന്റെ ഇടയിലുള്ള പിയാപ്പിളിന്റെ പെങ്ങളുണ്ടല്ലോ, എന്റെ റബ്ബേ അത് പറയാത്തല്ലേ. കാരണം അതിനൊക്കെ പഠിപ്പിച്ചു വെച്ച നമ്മളെ മക്കളതൊക്കെ. ഇത് പിയാപ്പിളിന്റെ പെങ്ങന്മാര്, ഓൽക്കൊക്കെ കണ്ണിങ്ങനെ മിയ്യൂല. ഇതാണ് ഇപ്പൊ നമ്മള് ആങ്ങളെ കെട്ടിയ പോരാ, ഓ നമ്മളോടത്തെ മൂരിക്കുള്ള ഇതിനേക്കാൾ നല്ലതാ. എന്താണ് അടുക്കളയൊക്കെ കാണാൻ പറ്റൂല പഠിച്ചോനെ. അങ്ങനെ ഇവരെ കെട്ടിക്കൊണ്ടായ ഈ അമ്മായിമ്മനെ ഈ നാത്തൂനൊക്കെ ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ടാണ് ഈ കോള് കൊടുത്തയക്കലൊക്കെ ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഓൽക്ക് പൂതി ഉണ്ടായി കൊടുത്തയക്കല്ല കേട്ടോ. കാരണം ആടിനറക്കുക, അതിൻ്റെ ഉള്ളിൽ മാന്തുക, എന്നിട്ട് കോയിനറക്കുക, അതിൻ്റെ ഉള്ളിൽ കയറ്റുക, കോയിനറുത്ത് അതിൻ്റെ ഉള്ളിൽ മാന്തുക, അതിൻ്റെ ഉള്ളിൽ കോയിമുട്ട കയറ്റുക, എന്നിട്ട് ഇതെല്ലാം കൂടി വെച്ചിട്ട് മൈദമാവ് കൊണ്ട് കഫൻ ചെയ്യുക, എന്നിട്ട് അതെല്ലാം കൂടി അല്ലെങ്കിൽ വെച്ചിട്ട് കൊണ്ടുപോയി തിന്നടാ നക്ക് പോ, നക്കിയിട്ടെങ്കിലും എന്റെ മോളോട് നന്നായി പെരുമാറ്. സത്യത അതിന്റെ ഭാഗം തന്നെ ഈ പള്ളാണിലൊക്കെ മനസ്സിലായോ? ഇതൊക്കെ ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞോട്ടോ. ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളോട് തന്നെയാണ്, അല്ലെങ്കിൽ എന്റെ വാക്കുകൾ മുന്നിലും പിന്നിലും വലിച്ചാൽ. നമ്മൾ സാധാരണ പിൻവലിച്ചാൽ എന്നല്ല, ഞാൻ മുന്നിലും വലിക്കാൻ പറ്റില്ല. അവിടെ ഒക്കെ ഉണ്ടാവും. അതെന്താ കാരണം വെച്ചാൽ നമ്മളെ ഈ സമൂഹത്തിൽ നല്ല മക്കൾ നല്ലത് കണ്ട് വളരാനുള്ള സാഹചര്യങ്ങളില്ല. നമ്മളുടെ അമ്മായിമാരും നാത്തൂമാരും എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് ഒരു പെണ്ണിനിട്ടിട്ട് കഷ്ടപ്പെടുത്തുകയാണ്. എത്രയോ പെൺകുട്ടികളെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. എത്രയോ അമ്മായിമാരുടെ നേരെ എത്രയോ പെൺകുട്ടികൾ കണ്ണീരോടുകൂടി പടച്ചവനെ എന്ന് വിളിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. അതുകൊണ്ട് ഇത്തക്കി ദഅവത്തുൽ മദ്ലൂം അക്രമിന്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണം. അവരുടെ കഥനം നിറഞ്ഞ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണം. ലൈസ ബൈനഹാ വ ബൈനല്ലാഹി ഹിജാബ്. പടച്ച തമ്പുരാന്റെ ഇടയിൽ, ആ പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു മറയും ഉണ്ടാവില്ല, അല്ലാഹ് സ്വീകരിക്കും. അതുപോലെ തന്നെ ചില മരുക്കളുണ്ട്, അങ്ങനെ വേഗം കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ മോനിയും കൊണ്ട് പറക്കാനുള്ള ശ്രമം. അത് എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ പെൺകുട്ടികളാണല്ലോ. ഈ പെൺകുട്ടി എന്ന് പറഞ്ഞ സാധനം പൊതുവേ കുട്ടികൾക്ക് പിന്നെ 4.4 ഔൺസ് തലച്ചോറ് കുറവാണ്. അത് ഈ പെൺകുട്ടിയൊക്കെ നമുക്ക് ജനിക്കണ നമ്മളെ മക്കളിൽ ആൺകുട്ടികളെക്കാൾ പെൺകുട്ടിയൊക്കെ 4.4 ഔൺസ് തലച്ചോറ് കുറവാണ്. അഥവാ 45 ഔൺസ് തലച്ചോറേറ്റിയൊക്കെ ഉള്ളു പെണ്ണുങ്ങൾക്ക്. പുരുഷൻക്ക് 49.4 ഔൺസ് തലച്ചോറുണ്ടാവും. അപ്പൊ 4.4 ഔൺസ് തലച്ചോറ് നമ്മൾക്ക് അധികമുണ്ട്. അത്ര നമ്മൾ ചായ അറിയിപ്പിക്ക് ചായ, ചോറ് അറിയിപ്പിക്ക് ചോറ്, കാലുയ്യാറിന്റെ കാലു, ഓളൊന്ന് കാലുയ്യാൻ പറഞ്ഞാലോ കാലുയ്യ അന്റെ എന്റെ തുയ്യ. അതാ അതിന്റെ കാരണം അതാണ്. അപ്പൊ അവര് എല്ലാം അനുസരിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക അല്ലേ, ഒരു പ്രത്യേക വിഭാഗമായിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ പെൺകുട്ടികള് സാധാരണഗതിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ആൺകുട്ടികൾ എപ്പോഴും ചിന്തിക്കണം. വാ ജി പറഞ്ഞോ, ഇതൊന്നുമില്ല, എനിക്കാണ് 4.4 ഔൺസ് ഉള്ളത്, അത് എപ്പോഴും പറണ്ട. ഞാൻ അതൊരു കച്ചറാക്കാരെ
ഇടയ്ക്കിടയ്ക്ക് എനിക്ക് 45 ഔൺസ് ഉള്ളൂ, എനിക്ക് 49.4 ഔൺസ് ഉണ്ട്, അതിന്റെ പേരിൽ കച്ച ഉണ്ടാക്കണ്ട. 4.4 ഔൺസ് കൂടുതലുണ്ട് എനിക്ക് അറിഞ്ഞാൽ മതി. എന്നാ എന്താവെന്നറിയോ, എന്നാ നീ യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യരായി നിനക്ക് ജീവിക്കാൻ കഴിയും. അല്ലെങ്കിൽ എന്താ പറയാ, ഓളിടക്കിടക്ക് വന്ന് രാത്രി പറയും, ഇനി ഞാനിപ്പോ 4 കൊല്ലത്തോളം നിങ്ങളമ്മയും നിങ്ങളെ പെങ്ങന്മാരും സഹിച്ചു, ഇനി എന്നെ കൊണ്ടാവൂല. അതുകൊണ്ടൊരു വാടക വീട് മതി, ഒരു പായ് മതി, ഒറ്റ തലയുടെ മതി, ഒരു പാത്രം മതി, നമുക്ക് രണ്ടാക്കും കൂടി. ഇങ്ങനെ ഇരുമയ്യാണെങ്കിലും നമ്മളൊറ്റ കരളല്ലേ നീ എൻ്റെ ജീവനല്ലേ എന്ന് ചങ്ങമ്പുഴ പാടിയ പോലെ പാടിക്കൊടുത്തിട്ട് ഓനെയും കൊണ്ടാണ്ട് പോകും. അങ്ങനത്തെ പെൺകുട്ടികളുണ്ട്. അതൊക്കെ ഉണ്ടാവുന്ന വിചാരിച്ച് കണക്കാക്കിയിട്ട് പെരുമാറുകയാണ് ആര്, ഈ അമ്മായിയും നാത്തോളും. അങ്ങനെ വിട്ടു തരൂലട്ടാ, കാണിച്ചു തരാം. എൻ്റെ അമ്മയും പാപ്പയൊക്കെ ആ ഒരു പാഠം പഠിപ്പിച്ചു തരാം. ആരെ പാഠം പഠിപ്പിക്കാനാ നമ്മള്? ഇവിടെ ഉള്ള ഓളമ്മായാലും അഞ്ചായാലും ഇവിടെ ഭരിച്ചു പോണോ കേട്ടോ. അള്ളാഹുവിന്റെ റസൂൽ ഈ ദുനിയാവിന്റെ വില എത്ര അറിയോ? ജനാഹ ബൗലത്തിന്, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അള്ളാഹു ദുനിയാവിന് ഇട്ടിട്ടില്ല കേട്ടോ. ദുനിയാവിന് ഇവിടെ സെന്റിന് എന്താ വില? ദുനിയാവിനിട്ട വില ഞാൻ പറഞ്ഞു. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇടാത്ത സാധനത്തിന്റെ മുകളിലാണ് നമ്മൾ പണക്കാരാണെന്നൊക്കെയുള്ള തോന്നലൊക്കെ നമുക്ക് ഉണ്ടാകുന്നത്. ഇതൊന്നും കുട്ടികളിലേക്ക് സമർപ്പിക്കരുത് കേട്ടോ. കുട്ടികളെ വളരെ നല്ല നിലക്ക് നിങ്ങൾ വളർത്തിയെടുക്കുക. അവർക്ക് നമസ്കാരം ശീലിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അവരോട് മഹാനായ ലുക്മാൻ ഹക്കീം മകനെ വിളിച്ചു പറയുന്നു, വൈദ് ഖാല ലുക്മാൻ ലീബിനിഹി വഹുവ യഇലുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അലീം. മോനെ, ഒരിക്കലും നീ ശിർക്ക് ചെയ്യരുത്. അള്ളാഹു പൊറുക്കപ്പെടാത്ത പാപമാണത്. അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. അത് ഷെയ്ഖായിരുന്നാലും, അത് മരിച്ചുപോയവരായിരുന്നാലും, അത് ജീവിച്ചിരിക്കുന്നവരായിരുന്നാലും. സംസ്കാരം ഉപ്പയാണ് പഠിപ്പിക്കുന്നത്, ഉസ്താദല്ല പഠിപ്പിക്കുന്നത്, ഒരു പിതാവാണ് പഠിപ്പിക്കുന്നത്. മോനെ, മരിച്ചുപോയവരെന്നോ അമ്പിയാക്കളെന്നോ ഔലിയാക്കളെന്നോ മുഴുവത്തുകൊണ്ടുള്ള കഴിവുകൊണ്ടോ കറാമത്തെന്ന കഴിവുകൊണ്ടോ അതാരായിരുന്നാലും, ഈസാ നബിയോടായിരുന്നാലും, മലായിക്കത്തിനോടായിരുന്നാലും, ജിന്നിനോടായിരുന്നാലും, ശൈത്താനോടായിരുന്നാലും ശരി, ഒരാളോടും വിളിച്ച് പ്രാർത്ഥിക്കരുത് ട്ടോ മോനെ. ശിർക്ക് അല്ലാഹു പൊറുക്കൂല മോനെ. ഇത് പഠിപ്പിക്കുകയാണ് ഒരു പിതാവ് മകനെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സംസ്കാരമാണ് ആ പിതാവ് പഠിപ്പിച്ചത്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, മാ നഹല വാലിദുൻ വലദഹു മിൻ നഹ്ലിൻ അഫ്ളൽ മിൻ അദബിൻ ഹസൻ. ഒരു പിതാവ് തന്റെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സമ്മാനം മിൻ അദബിൻ ഹസൻ, ഏറ്റവും നല്ല സംസ്കാരത്തെക്കാൾ ഉന്നതമായ ഒരു സമ്മാനവും ഒരു രക്ഷിതാക്കളും മക്കൾക്ക് നൽകുന്നില്ല. മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സംസ്കാരം ഒരു പിതാവ് കൊടുക്കുന്ന, ഒരു മാതാപിതാക്കൾ നൽകുന്ന ഏറ്റവും വലിയ സംസ്കാരമാണ് അവന് കൊടുക്കുന്ന ഏറ്റവും വലിയ അവന്റെ പാരിതോഷികം കേട്ടോ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മക്കൾക്ക് വളരെയധികം സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം. ഒന്ന്, ലാ തുസഇർ ഖദ്ദക ലിന്നാസ്. ആളെ കാണുമ്പോൾ മോനെ മുഖം തിരിച്ചു കളയരുത്. കഴിവുള്ളവനാണെന്നോ കഴിവില്ലാത്തവരാണെന്നോ ശ്രദ്ധിക്കരുത്. കഴിവുള്ളവരായിരുന്നാലും കഴിവില്ലാത്തവരായിരുന്നാലും പടച്ചാന്റെ ദാസന്മാരാണ് എന്ന് മാത്രമല്ല, കഴിവില്ലാത്ത ആളുകളാണ് ആദ്യമായി മോനെ സ്വർഗത്തിൽ പ്രവേശിക്കുക. അസ്ഹാബുൽ ജദ്ദ് മഹബൂസൂൻ, സമ്പന്നന്മാർ നാളെ പരലോകത്ത് തടയപ്പെടുന്നവരാണ്. കാരണം അവർക്ക് സമ്പത്തിന്റെ കണക്ക് കൂടി റബ്ബിനോട് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് സ്വർഗത്ത് പോകാത്തവരാണ്. ഫുഖറാകൾ അങ്ങനെയല്ല, അവരാണ് ആദ്യമായി സ്വർഗത്ത് കടക്കുന്ന ആളുകൾ മോനെ. അതുകൊണ്ട് നീ പാവപ്പെട്ടവരെ കാണുമ്പോൾ അവഗണിക്കരുത് കേട്ടോ. ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വാപ്പ വീട്ടിലിരുന്നിട്ട് പാവപ്പെട്ട ആൾക്കാർ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് നമ്മൾ കല്യാണ കത്ത് എഴുതി അയച്ചോളി, മോന്റെ കല്യാണത്തിന് കത്ത് എഴുതി അയച്ചോളി. കത്ത് എഴുതാണെങ്കിൽ നമ്മളെ ഭാര്യ നമ്മളൊക്കെ എഴുതാരിക്ക കത്ത് എഴുതിക്കോളി. അബൂബക്കറായിക്ക് എഴുതിയോ? ഡോക്ടർ ബ്രായിക്കുട്ടിക്കോ എഴുതിയില്ലേ? എഴുതി. അങ്ങനെ എല്ലാവർക്കും എഴുതിട്ടോ. പൊരന്റെ തൊട്ടടുത്തുണ്ട് ഒരു ഔക്കർ, ഓനെടുക്കണ്ടേ? അപ്പം നമ്മളെ പെണ്ണുങ്ങള് ഓനെന്തിനാ കത്ത് കൊടുക്കലു? ആ കത്തിന്റെ ഇഷ്യൂ ഔക്കറിന് അത്ര വില ഇട്ടിട്ടുണ്ട് ഡോക്ടർ. കാരണം നമ്മളെ കല്യാണത്തിന് നല്ല നാട്ടിൽ നിന്ന് വലിയ വലിയ ആൾക്കാർ കാറിൽ വന്ന് ഇറങ്ങിയിട്ടും റോഡ് ബ്ലോക്ക് ആവുന്ന കല്യാണം നടക്കേണ്ടത്. ആ കുട്ടി അറിയുന്നത് ഇപ്പൊ എന്താ? വാപ്പയിലൂടെ. പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനാണ്, അവനെന്നും അവഗണിക്കണം. അവൻ ഈ രാജ്യത്ത് ജീവിക്കുന്നത് കഷ്ടപ്പെട്ടുകൊണ്ടാണ്. പരലോകത്ത് അവനെ പടച്ച തമ്പുരാൻ അവൻ ഫക്കീറായി എന്ന കാരണമല്ല കേട്ടോ,
ആ ഫഖീറിന്റെ കൂട്ടത്തിൽ അവന്റെ മേന്മ എന്താണെന്നോ റസൂലുള്ളാഹിനോട് ഖുർആൻ പറയുന്നു, വസ്ബിർ നഫ്സക അലാ, നീ നിന്റെ നഫ്സിനെ ക്ഷമയോടുകൂടി നിർത്തണം. ആരുടെ കൂടെ? പാവപ്പെട്ടവരുടെ കൂടെ നിന്റെ നഫ്സിനെ നിർത്തണം. ആ പാവപ്പെട്ടവരുടെ പ്രത്യേകത എന്താ? യുരീദൂന വജ്ഹ, അവര് അള്ളാഹിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അവർ പടച്ച തമ്പുരാനോട് പ്രാർത്ഥന നിർവഹിക്കുന്നവരാണ്. എങ്ങനെ? എന്തിനു വേണ്ടി? അള്ളാഹിന്റെ പ്രീതിക്ക് വേണ്ടി. അങ്ങനെ നിർവഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരുടെ കൂടെയാണ് നീ ജീവിക്കേണ്ടത്. നീ ക്ഷമയോടുകൂടി ജീവിക്കണം അവരുടെ കൂടെ. സമ്പന്നന്മാരെക്കാൾ നേരത്തെ പോകുന്ന പാവപ്പെട്ടവരാണ്. ഇപ്പൊ നമ്മള് മുസ്ലിങ്ങളാണ്. ഒരു പാവപ്പെട്ടവർക്ക് സലാം ചെല്ലുന്നതും ഒരു പണക്കാരന് സലാം തമ്മിൽ വ്യത്യാസമില്ല. നമ്മളെ വാപ്പ ഒരു പണക്കാരനെ കണ്ടാൽ നമുക്ക് അൻസിലിന്നാസ മനാസിലഹും, ജനങ്ങളുടെ സ്ഥാനം അനുസരിച്ച് ആളുകളെ ബഹുമാനിക്കാം. അതെങ്ങനെ? പണത്തിന്റെ പേരിലല്ല ബഹുമാനം വേണ്ടത്. ആ പണക്കാരൻ അള്ളാഹിന്റെ ധാർമ്മികമായി ജീവിക്കുന്ന പണക്കാരനാണെങ്കിൽ ഓനെ നമുക്ക് സ്നേഹിക്കാം, ആദരിക്കാം. അതല്ലാണ്ട് പണക്കാരനായി എന്നുള്ളത് കൊണ്ട് ആദരിക്കേണ്ട ബാധ്യത നമുക്കില്ല. ഉണ്ടോ? പണക്കാരൻ അള്ളാഹിനെ സ്നേഹിക്കുന്നവനാണ്. പണക്കാരത്തിയുടെ അവൾ അള്ളാഹിനെ സ്നേഹിക്കുന്നവളാണ് എങ്കിൽ നമുക്ക് അവരെ ബഹുമാനിക്കാം, സ്നേഹിക്കാം, അല്ലേ? അപ്പൊ അതുകൊണ്ട് സമ്പന്നതയുടെ പേരിലല്ല. അപ്പൊ സമ്പന്നന്മാർക്ക് സലാം ചെല്ലാൻ എങ്ങനാ? അസ്സലാമു അലൈക്കും, അല്ലെ? വലൈക്കും സലാം. പാവപ്പെട്ട അലൈക്കും ഓനൊരു കടിക്കാൻ ചെല്ലുമ്പോലെ. അപ്പൊ ഈ കുട്ടി ഇതൊക്കെ കണ്ട്, ഒരു കുട്ടിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല. ഒരു കുട്ടിനെ വളർത്തുക എന്നുള്ളത്, നിങ്ങൾ വിചാരിക്കും എന്ത്? കുട്ടി സ്കൂളിൽ പോയിട്ട് എല്ലാവരും കുറ്റം പറഞ്ഞു സ്കൂളിനെ, ആ മാഷാണ് കാരണം. സ്കൂളിൽ പഠിച്ചവനും പറഞ്ഞില്ല, നമ്മളെ പഠിപ്പിച്ച മാഷാണ്. ആകെ ആ നസ്രാണി ഉണ്ടല്ലോ, ഓനാണ് എൻ്റെ ഭാവി തൊളിച്ച്. വെറുതെ പറയാം, എൻ്റെ ഭാവി തൊളിച്ച് ഇജ്ജും എൻ്റെ വീട്ടുകാരും കൂടിയാ. പിന്നെ ചിലർ ബോൺ ക്രിമിനൽ ആയിരിക്കും. ബോൺ ക്രിമിനൽ എന്ന് പറഞ്ഞാൽ ബോൺ ടാലന്റ് എന്ന് പറയില്ലേ? അതിനാ റസൂലുള്ള പറഞ്ഞ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ആലോചിച്ചുകൊണ്ട് ഇഖ്തറൂലി നുത്ഫിക്കും, ഇന്ദ്രിയത്തുള്ളി എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് തെരഞ്ഞെടുക്കണം. കാണുന്ന പെണ്ട വയ്യാലൊക്കെ ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ തന്നെ നടക്കണ്ട. അല്ലാഹ് എന്താണ് ഓൽക്കൊക്കെ മൂപ്പര പെണ്ണുങ്ങളോട് ഇടയിൽ എടുത്ത് പായാണ്. ഉണ്ടല്ലേ? തെങ്ങിന്റെ ചുറ്റും പായിന്, മരത്തിന്റെ ചുറ്റും പായിന്, അല്ലേ? എന്താണ് പാട്ട് പാടിക്കൊണ്ട്. ഇങ്ങനത്തെ ഒരു വിയാപ്പിൾ നമ്മൾ കിട്ടിയാൽ മതിയാവും. ഈ സമൂഹത്തെ നശിപ്പിച്ചവനാണോ ഓൻ? തെങ്ങിന്റെ ചുറ്റും റോഡിന്റെ ചുറ്റും അവസാനം ഓലെ ജീവിതം കട്ട പുകയാ. ഓലെ കല്യാണം കഴിക്കുക 6 മാസം കൊണ്ട് ഒഴിവാക്കുക, പണിവേഗം കഴിയും. കാരണം നാട്ടിലുള്ള ആണിനും പെണ്ണിനും മുഴുവൻ നശിപ്പിച്ചിട്ട് വലിയ വലിയ വീടും കാറും ബംഗ്ലാവും ഒക്കെ ഉണ്ടാക്കുമ്പോ പടച്ച തമ്പുരാൻ ദുനിയാവിൽ മനക്ലേശം കൊടുക്കുകയാണ് കേട്ടോ. സിനിമന്റെ ആൾക്കാരൊക്കെ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്ന സംസ്കാരം കണ്ടില്ലേ നിങ്ങൾ? ഇതൊന്നല്ല സംസ്കാരം, നന്മ ഏൽപ്പിക്കാതെ ഓല് സിനിമയെന്നാണുള്ള സംസ്കാരം മുഴുവൻ പഠിക്കുന്നത്, അല്ലേ? ആരോടെന്തും പറയുന്ന സംസ്കാരം. ഇപ്പൊ ഉണ്ടോ ആരോടെങ്കിലും മൂപ്പളമുണ്ടോ നമ്മളെ കുട്ടിയേക്ക്? ഉണ്ടോ? ഇല്ല. ചെറുപ്പക്കാരൊക്കെ നടക്കുന്ന ഒരു മസിൽ പിടിച്ചിട്ടാ, ഒരു മസിൽ പിടുത്ത, അല്ലേ? ഒരു മസിൽ പിടുത്ത. ബാപ്പനെ കണ്ടാൽ ഏളെ വരുന്നുണ്ട്, ആ നിലക്ക വരുന്നുണ്ട്, നീച്ചാള്. അങ്ങനെയാണ് അയാൾ പഠിപ്പിച്ച്. അതുകൊണ്ട് നീക്കുക, അല്ലേ? ചിലര് ബാപ്പനെ കണ്ടാലേ വാപ്പക്ക് പേടിയാ ചില മക്കളെ. അതന്നെ രാത്രി 12 മണിക്കൊക്കെ ചില മക്കളുണ്ട് കോളിബിൽ അടിക്കും. ബാപ്പ എന്ന് പറഞ്ഞു ഇവിടെ പേര് അവിടെ ഇല്ലേ? ബാപ്പക്ക് പേടിയാ. എവിടെയുണ്ടാ ചോദിച്ചാൽ അവന്റെ മറുപടി അയാൾക്ക് മനസ്സിലാവും, ഇതിപ്പോ അടുത്തത് കുറുപടി ആവും. അതുകൊണ്ടാണ് അവിടെ പേരല്ലേ ഇവിടെ അയാളൊന്നും കേട്ടിട്ടില്ല, അയാൾക്കറിയപ്പത് പറഞ്ഞത് ശരിയല്ല കേട്ടോ. അപ്പൊ മക്കളെ പേടിച്ചടക്കുന്ന മാതാപിതാക്കൾ അപ്പൊ ഉള്ളത്. കാരണം ആ സംസ്കാരത്തിൽ വളർത്തിയ മക്കളെ പേടിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് അള്ള ഉണ്ടാവും നിങ്ങളെ കൂടെ. ചിലരൊക്കെ വിചാരിക്കും ഇപ്പൊ ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞോ വലുതായി വലിയ മക്കളൊക്കെ ആയി പെണ്ണൊക്കെ കെട്ടി, ഇനിയിപ്പോ ഞാൻ അവനോട് വല്ലാണ്ട് ശാസിക്കുകയൊക്കെ ചെയ്താൽ ഓൻ തെറ്റിപ്പോവും, പിന്നെ വയസ്സായ സമയത്ത് ആരും ഉണ്ടാവില്ല നോക്കേ. ഇജ്ജ് ആരില്ല ചങ്ങായിയെ തവക്കുൽ ചെയ്ത് മോനല്ലോ. ഇൻഷൂർ ചെയ്യേണ്ട അള്ളാല, എന്റെ കൂടെ എന്റെ റബ്ബ് ഉണ്ടാവും കേട്ടോ. ആര് കുഴക്കിയാലും എന്നെ കുഴക്കാൻ കഴിയില്ല, ആര് നിന്നെ കഷ്ടപ്പെടുത്തിയാലും നിന്നെ അള്ളാഹ് കഷ്ടപ്പെടുത്തിയില്ലെങ്കിൽ കഷ്ടപ്പെടുത്താൻ കഴിയില്ല. അല്ലെങ്കിൽ നിസ്കരിച്ചിട്ട് പറയുന്ന അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅ്തൈത വലാ മൂതി അലിമാ മനഅ്തതൊക്കെ പറഞ്ഞെന്താ അതിന്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്ക്. പടച്ചോനെ നീ തന്ന് തടുക്കാൻ ലോകത്താർക്കും കഴിയില്ല, തന്ന് തടുക്കാനും കഴിയില്ല, തരാത്തത് ഒരാളെ കൊണ്ട് തരാനും കഴിയില്ല. പിന്നെ മക്കൾ വിചാരിച്ചാലും കഴിയില്ല, നാട്ടുകാർ വിചാരിച്ചാലും കഴിയില്ല, ആര് വിചാരിച്ചാലും കഴിയില്ല. അള്ളാന്റെ കുതിർത്ത് വേണം, അല്ലേ?
സാധാരണഗതിയിൽ ഒരു സംഗതിക്ക് നമ്മൾ തയ്യാറാവുമ്പോൾ ആ സംഗതിക്ക് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നന്മയാണോ പറയണം. അത് മക്കളെ പ്രായമല്ല നമ്മൾ നോക്കേണ്ടത്, ചെയ്യുന്നത് തെറ്റാണോ എന്നുള്ള നോക്കേണ്ടത്. നമ്മൾ പലരോടും കാര്യങ്ങൾ പറയാറില്ല, നന്മ കൽപ്പിക്കാറില്ല, തിന്മ വിരോധിക്കലുമില്ല. നമുക്ക് നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബത്തിനെയും മക്കളെയൊക്കെ പേടിയാ കേട്ടോ. അതിന്റെ ആവശ്യം നമുക്കില്ല. സത്യത്തില് ഒരു മകനാണ് മാതാപിതാക്കളുടെ സംതൃപ്തി നേടേണ്ടത് ജീവിച്ചിട്ട്, മോന് കേട്ടോ. അതാ റസൂലുള്ള പറഞ്ഞത്, പടച്ച തമ്പുരാൻ നാളെ ഈ കുട്ടിക്ക് സ്വർഗത്ത് പോകണമെങ്കിൽ ഇമ്മിയും ബാപ്പിയും സർട്ടിഫിക്കറ്റ് കൊടുക്കണം. എന്റെ കുട്ടി തൃപ്തിപ്പെട്ടവനാണ്, എന്റെ മനസ്സിൽ എന്റെ കുട്ടിക്ക് 100 മാർക്കാണ് പടച്ചോനെ, ഇമ്മിയും ബാപ്പിയും സർട്ടിഫിക്കറ്റ് ചെയ്യണം. അതാ ഉമ്മാന്റെയും ബാപ്പാന്റെയും തൃപ്തിയിലാണ് അള്ളാന്റെ തൃപ്തി. അതുപോലെ തന്നെ മാതാപിതാക്കൾ ആ കോപത്തിലാണ് അള്ളാന്റെ കോപം നിൽക്കുന്നത്. അള്ളാഹു കോപിക്കും. മാതാപിതാക്കളുടെ സ്നേഹം കരസ്ഥമാക്കാൻ കഴിയാതെ ഒരു ഉമ്മയും മകനും മക്കളും ആര് ജീവിച്ചിട്ടും കാര്യമില്ല. അപ്പൊ സാധാരണ നമ്മളൊക്കെ നാട്ടിൽ നടക്കുന്നത് ഉമ്മാക്കും ബാപ്പാക്കും ഒക്കെ ഗതികെട്ട പ്രയാസത്തോടു കൂടിയാണ് അവർ ജീവിക്കുന്നത്. ഒരു 10, 15, 16 വയസ്സ് ആൺകുട്ടിയേക്കും പെൺകുട്ടിയൊക്കെ ആവുമ്പോഴേക്കും നമ്മളെ ചിപ്സ് പൊരിക്കണ അടുപ്പില്ലേ, അടുപ്പ് നെഞ്ഞത്ത് കയറ്റിയ മാതിരി അമ്മയും ബാപ്പി ജീവിക്കുന്നത്. പടച്ചോനേത് എവിടെ പോവുക, എങ്ങനെയാ പോവുക ഒന്നും പറയാൻ കഴിയില്ല. ഇന്ന് സ്കോളെ ഇട്ട് അങ്ങോട്ട് വരുമല്ലേ ഒന്നും പറയാൻ കഴിയില്ല. ആരെ കൂടെ പോവുക അതും പറയാൻ കഴിയില്ല. കാരണം കൊടന്റെ കാല് പിടിച്ചാൽ കൊട ആരുടെ കൂടെയും പോവുമല്ലോ. കൊട പോലത്തെ ആൺകുട്ടികളും പെൺകുട്ടികളാണ്. മീശ കിളിർത്ത അപ്പ തുടങ്ങും ആൺകുട്ടിയേക്ക് പ്രേമം. അതെന്താ കാരണം? സിനിമക്കാരാണ്. കാരണം ഓലിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക ഈ പ്രേമത്തിന്റെ സുഖം. അപ്പോ ഓനുടനെ അതിന് സിമ്പലൊക്കെ ഇപ്പൊ ഭയങ്കരമാണല്ലോ. അയിലവായു അല്ലേ? അത് ആണിനും പെണ്ണുണ്ട്. അനങ്ങിയ അയിലവായ ഇതൊക്കെയാണ്. ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഈ മൊബൈൽ ഉണ്ടാനെ കൊണ്ട് ആർക്കാപ്പ പ്രേമം ഒഴിവുള്ളത് നോക്കിയാൽ മതി. ഞാനല്ല പറഞ്ഞത്, ഇവിടെ യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ ആണും പെണ്ണും ഒക്കെ ജീവിക്കുന്നത് മാനസികമായി സംഘർഷാവസ്ഥയിലാണ്. ഉമ്മയും ബാപ്പിയാണെങ്കിൽ പറയണ്ട അവരുടെ സങ്കടം. അവരൊരുപാട് എന്നിട്ട് മക്കളുടെ താല്പര്യത്തിനടുത്ത് അങ്ങനെ പോവുകയാണ്. ഇഷ്ടമുണ്ടായിട്ടല്ല കേട്ടോ. എത്ര ഇപ്പൊ ചില പെൺകുട്ടികൾ കാണാം ഭർത്താവും ഒക്കെ ആയിട്ട് ഗൾഫിൽ പോകും. ഗൾഫിൽ പോയിട്ട് അവിടുന്ന് ഓക്ക് പ്രഗ്നന്റ് ആയ ഒരു വിസ അങ്ങോട്ടയക്കും. ആർക്ക്? ഓൾക്ക് ഉമ്മനെ കൊണ്ടായ ബാപ്പനോടാക്കിയില്ലേ. ബാപ്പനും ഇമ്മനെ കൊണ്ടുപോയിക്കൂടെ? അപ്പൊ സ്ഥലമില്ല, ഉമ്മക്ക് മാത്രമേ സ്ഥലമുള്ളൂ. ആയിക്കോട്ടെ കൊണ്ടുപോവുക. അങ്ങനെ അപ്പൊ ആള് വിചാരിക്കുന്നത് എന്തൊരു സ്നേഹമാണ്. ചില പെണ്ണുങ്ങൾ പറയും, ഞാൻ അടുത്ത ആഴ്ച ദുബായി പോവുക കേട്ടോ. അടുത്ത ആഴ്ച ദുബായിൽ എന്തിനാ പോണത്? ഈറ്റിരിക്കാൻ. എന്നാ ഓളങ്ങട്ട് അയക്കോ? അതുമില്ല. അതെന്താ കാരണം? 7 മാസം കഴിഞ്ഞാൽ പിന്നെ അയക്കാൻ പറ്റില്ല എന്ന് മൗലവിക്ക് അറിയില്ല. ഇയാൾ എന്ത് എവിടുന്നാ വന്നത്? നിങ്ങൾ കേക്കടോ. ഇതെന്താ കാരണം അറിയങ്ങള്? ഇത് ലോകാവസാനത്തിന്റെ അടയാളാ. എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തെലിതൽ അമത്തു റബ്ബത്തഹാ, ദാസി യജമാനത്തിയെ പ്രസവിക്കും. സ്വന്തം പെമ്മക്കൾ ഉമ്മാനെയും ബാപ്പാനെയും അടക്കി ഭരിക്കും. ഓളെ പണത്തിന്റെ ഹൂങ്ക് കൊണ്ടാണ് അത് നടത്തിയത്. ഓളമ്മ അറിഞ്ഞില്ല ഗൾഫിക്ക് കയറുമ്പോ ഞാനൊരു ലോകാവസാനത്തിന്റെ അടയാളായിട്ടാണ് പ്ലെയിനിൽ പോണത് കേട്ടോ. നിങ്ങൾ അറിയണം, നമ്മൾ അതല്ല ചെയ്യേണ്ടത്. ഓളമ്മയാണ്. ആ ഉമ്മാനെ നമ്മൾ അങ്ങോട്ട് ഗൾഫിൽ കൊണ്ടുപോകല്ല വേണ്ടത്. തരക്കല്ല ഉമ്മാനും ബാപ്പാനാർക്കും വേണ്ട. ബാപ്പാനെ വേണം ഇവിടെ പണിക്ക്. എന്താ മൂപ്പര് 8 തരം അലമായിക്കുന്നത്, അതിൽ പ്ലാൻ ഉണ്ടാക്കിന്. ആ പ്ലാൻ കൊടുക്കാൻ അയാളാ പോണത്. അതിന് പോയി. പിന്നെ പ്ലാൻ പാസ്സായി. അത് കഴിഞ്ഞ ഇയാൾ കല്ലും മണ്ണും ഒക്കെ അയക്കും. ചിലവര് ഓന്റെ വാപ്പന്റെ പേരിൽ പൈസ അയക്കും, അതൊരു കച്ചറ. ചിലവര് ഓള വാപ്പന്റെ പേരിൽ പൈസ അയക്കും, അതും കച്ചറ. കാരണം എന്നെ ഇത്രയും കാലം പോറ്റി വളർത്തി എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഓളമാപ്പന്റെ പേരിൽ പൈസ അയച്ചിട്ട് അയാളോട് പൈസ വാങ്ങിയിട്ട് ഞാൻ ലോറിക്കാരന് കൊടുക്കേണ്ട ഗതികേടാണ്. അതൊക്കെ ലോകാവസ്ഥയുടെ അടയാളാണ്. ആ ലോറിക്കാരന് അറിയില്ല ഇപ്പൊ തോന്നുന്നു. എന്നിട്ടോ പൊരയൊക്കെ ഉണ്ടായി കഴിഞ്ഞ ശേഷം വലിയ പൊരണ്ടാക്കുക. ഇയാളുടെ ആവും പാവലും ആശാന്റെ അയ്യാൽ നടക്കുന്നത്, മേസിന്റെ അയ്യാൽ നടക്കുന്നത്, സിമെന്റ് വാങ്ങാൻ നടക്കുന്നത്, മെറ്റല് മണല് കമ്പി ഇതൊക്കെ വാങ്ങി പൊര ഉഷാറാക്കി ഉണ്ടാക്കി ഗേറ്റൊക്കെ വെച്ച് ഒരു പൂട്ടും വാങ്ങി താക്കോലും വെച്ചിട്ട് പിന്നെ അയാളെ കയ്യിൽ തന്നെ കൊടുക്കുക. നോയിക്കൊളിഞ്ഞു. ഇനി ഇത് നോക്കി നടക്കേണ്ട പണി കാര്യസ്ഥന്റെ പണിയും കൂടി നിങ്ങളുടെ. അയാളൊക്കെ യഥാർത്ഥത്തിൽ ലോകാവസാനത്തിൽ അടയാളം. ഒരു സംസ്കാരം വേണം ഇപ്പം ആൺകുട്ടികൾക്ക്. ഇതിന്റെ വാപ്പയാണ്, അതിന് ഞാൻ വേറെ ആളാക്കിയാളാ. അയാളുടെ ആരോഗ്യം മുഴുവനും നമുക്ക് വേണ്ടി ചെലവഴിച്ച് തീർത്തതാണ്. ഇനി അയാൾക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ എങ്കിൽ അയാളടുത്ത് പൈസ കൊടുത്തിട്ട് അദ്ദേഹം ഉണ്ടാക്കി തരട്ടെ, എനിക്ക് ഉണ്ടായി തന്നോട്ടെ, അതിന് കയ്യും കണക്കൊന്നുമില്ല. അതൊക്കെ അല്ലേ?
അങ്ങനല്ല വേണ്ട. നേരെ മറിച്ച് പെടല്ല. അങ്ങനെ അറിയോ? ഒക്കെ കണക്കുണ്ടാവും. അയാൾ നേപ്പീസ് അയാൾക്ക് എടുക്കാൻ പറ്റില്ല, അയാൾക്ക് ചായ അടിക്കാൻ പറ്റില്ല, ഒക്കെ കണക്കുണ്ടാവും. എല്ലാവർക്കും നമ്മളെ പെണ്ണുങ്ങളെ മുതലെടുത്തായിരിക്കാം. പെണ്ണുങ്ങളെ ചില പണ്ടൊക്കെ എടുക്കും ചിലര്, ചില ഭർത്താക്കന്മാര്. അത് ഭയങ്കര കണക്കാ. മരിക്കുന്നത് വരെ പറയും, നിങ്ങൾ അന്ന് എടുത്ത 2 പവന്റെ ചെയിന് 85 വയസ്സായി തള്ളക്ക്. എന്നിട്ട് പറയാ അന്ന് എടുത്ത കല്യാണത്തിന്റെ 2 മാസം കഴിഞ്ഞപ്പോൾ എടുത്തല്ലേ, ഇതുവരെ വാങ്ങി തന്നില്ലല്ലോ. എനിക്ക് വല്ല ഓർമ്മ ഉണ്ട് ഈ 2 പവനെ ഈ 85 വയസ്സ് വരെ പോറ്റിയിട്ട് എത്ര വാങ്ങിക്കൊടുത്തു. നമ്മളാരെയും പറയണം എനിക്ക് എന്നാൽ പൊറാട്ട ആയിരുന്നതില്ലേ, എനിക്ക് എന്നാൽ ചിക്കൻ കറി ആയിരുന്നതില്ലേ, നാളെ എന്നെ ആസ്പത്രി കൊണ്ടേയില്ലേ, എന്താരെയും പറയൂ. ബൽദ് അങ്ങനെയല്ല. ബൽദ് എടുത്താൽ കുടപ്പൻ്റെ കൊടുത്ത് പൊരടുത്തായി അതേ ശരിയാവുള്ളൂ. അപ്പൊ നമ്മളെ വിഷയത്തിലേക്ക്, നമുക്ക് മർമ്മത്തിലേക്ക് വരികയാണ്. അപ്പൊ നമ്മളെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുമ്പോൾ കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ വളരെ മനോഹരമായ ഒരു ബന്ധം നിലനിർത്തത്തക്ക രൂപത്തിൽ കുട്ടിയെ ചെറുപ്പം മുതലേ മറ്റുള്ളവരുടെ മുമ്പിൽ നടക്കുമ്പോൾ നീ ഒരിക്കലും തന്നെ മുഖം ഉണ്ടാക്കരുത്, ആളുകളെ കാണുമ്പോൾ തിരിച്ചു കളയരുത്. വലാ തംശി ഫിൽ അർളി മറഹ, ഭൂമിയിൽ അഹങ്കാരപൂർവ്വം നടക്കരുത് മോനെ. പാപ്പ ചെറുപ്പത്തിലെ മക്കളെ പറഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ കുപ്പായം ഉണ്ടടാ, അങ്ങനത്തെ പാൻറ് ഉണ്ടടാ. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ കാലിന് മന്തുള്ളമായുള്ള പാൻറ് ആടുക. എന്നിട്ട് നിസ്കരിക്കുമ്പോ ഇങ്ങനെ തെരിയ കെട്ടിയച്ചായി അല്ലേ, ഇടില്ലേ, ഒരു കൂടാരുണ്ടാക്കിയില്ല, എന്നിട്ടാ നിസ്കരിക്കുക, എന്നിട്ട് വലിച്ചു കയറ്റി വെക്കും. അങ്ങനല്ല മോനെ ചെയ്യേണ്ടത്. നീ അഹങ്കാരപൂർവ്വം ഭൂമിയിൽ നടക്കരുത് മോനെ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താരിൻ ഫഖൂർ, അഹങ്കാരിയും പൊങ്ങച്ചക്കാരികളുമായ ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടൂല മോനെ. അതുകൊണ്ട് വഖ്സിദ് ഫീ മശീക, നിന്റെ നടത്തത്തിൽ മിതത്വം പാലിക്കണം. വഗ്ളുദ് മിൻ സൗതിക, നിന്റെ ശബ്ദം നീ ഉയർത്തരുത്, താഴ്ത്തി സംസാരിക്കണം. ചിലരൊക്കെ വർത്താനം പറയണം, ചില മക്കളൊക്കെ ബാപ്പി മക്കളും വർത്താനം പറയണ്ട, നിങ്ങളായിരിക്കും ബാപ്പ ആരാന്നവരെ തിരിച്ചറിയില്ല. അജാതി ഒച്ചയില പറയാ. ചില മക്കൾ പുരയിലുണ്ടായാലും ഓല് ഭയങ്കര ബഹളമായ അല്ലേ. അപ്പൊ അവിടൊക്കെ നമ്മൾ സംസ്കാരം പഠിപ്പിക്കുക. ഇന്ന അങ്കറൽ അസ്വാത്തിലെ സൗത്തുൽ ഹമീർ, ഏറ്റവും അരോചകമായ ശബ്ദം കഴുതയുടേതാണ് മോനെ, അതുകൊണ്ട് നീ ആ നിലക്ക് ജീവിക്കരുത്. വളരെ മനോഹരമായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുക. എന്നിട്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറയുന്നു, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, മോനെ അല്ലാഹനെ മാത്രമേ നീ ആരാധിക്കാവൂ. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം കേട്ടോ. മാതാപിതാക്കൾക്ക് മോനെ നീ നന്മ ചെയ്യണം. അവിടെയാണ് ഇനി നമ്മളുടെ പ്രശ്നം കിടക്കുന്നത്. എന്താണ് മാതാപിതാക്കൾക്ക് നമ്മൾ നന്മ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നന്മ ചെയ്യേണ്ടത്? ഖുർആൻ പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാന, എപ്പം മതി ആ നന്മ? ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, പ്രായം ചെന്ന് ആരോഗ്യം നഷ്ടപ്പെട്ട് കണ്ണെല്ലാം കുഴിഞ്ഞ് മസിലെല്ലാം ഒടിഞ്ഞു തൂങ്ങി തൊലിയെല്ലാം ചുക്കിച്ചുളിഞ്ഞ് അദ്ദേഹം നിന്റെ അടുത്തെത്തി, അല്ലെങ്കിൽ നിന്റെ മാതാവ് നിന്റെ അടുത്തെത്തിയാൽ, അതാണ് ഖുർആൻ പറഞ്ഞത്. അവരുടെ ആരോഗ്യ കാലഘട്ടത്തിലല്ല. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് നീ എന്ന് പറയുന്നൊരു വാക്ക് പോലും പറയരുത് മോനെ. അത് പറഞ്ഞാൽ അത് നീ അള്ളാനോട് മറുപടി പറയേണ്ടി വരും. ഉമ്മാനോടും ബാപ്പാനോടും എന്ന് പറയുന്ന ഒരു അവർക്ക് അരോചകമായി തോന്നുന്ന ഒരു പദം പോലും നീ പറയരുത് മോനെ. ഓനെ പഠിപ്പിക്കുക. എന്നിട്ടോ വലാ തൻഹറുഹുമാ, അവരോട് നീ കയർത്ത് സംസാരിച്ച് ശീലിക്കരുത് മോനെ. ഉമ്മാനോടും ബാപ്പാനോടും കൈ ഉയർത്തി സംസാരിക്കരുത്, വിരൽ ചൂണ്ടി സംസാരിക്കരുത് മോനെ. കാരണം നിന്റെ മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിൽ ആണ് നിന്റെ സ്വർഗം. അതുകൊണ്ട് നീ അദ്ദേഹത്തിന്റെ മാതാവിന്റെയും ഉമ്മാന്റെയും ഉപ്പാന്റെയും മുമ്പിൽ പുൽക്കൊടിയോളം താവണം. അവരുടെ നേരെ നീ കയർത്ത് സംസാരിക്കരുത്. മരണാന്തരം അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ജീവിതകാലത്തും നീ അവർ ജീവിച്ചിരിക്കുമ്പോഴും ആരോഗ്യത്തിനും ഹിദായത്തിനും വേണ്ടി നീ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള മകനാവണം മോനെ. ഏതൊരു പിതാവും ആഗ്രഹിക്കൂലേ? അവന്റെ പണത്തെക്കാളും വലുതല്ലേ ഇത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ എത്രയോ മക്കൾ ആഫ്രിക്കയിൽ, ലണ്ടനിൽ, റഷ്യയിൽ എന്നൊക്കെ പറയാം. ആദ്യം നല്ല ആരോഗ്യമുള്ള സമയത്ത് വാപ്പങ്ങനെ പാൻസിന്റെ കീശ കൈയിട്ട് പറയും, എന്റെ മുത്തമ്മകൻ ലണ്ടനിലെ ഇളയവനുണ്ടല്ലോ അവൻ ആഫ്രിക്കയിലെ. ആഫ്രിക്ക ആകാശത്തിന്റെ വീട്ടിലെ അങ്ങയ്യേ. മൂപ്പര വിചാരേ ആഫ്രിക്ക ലണ്ടൻ എന്നൊക്കെ പറഞ്ഞ അള്ളാഹ്ക്ക് ഭൂമി എന്നാ പറയാ. അത് നമ്മൾ വെച്ച പേര് ആഫ്രിക്ക ലണ്ടൻ. അതിലൊന്നും ഒരു വലിയ അർത്ഥമില്ല. എന്ന് പറഞ്ഞാൽ ചൈന, അമേരിക്ക, ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞാൽ തുണി എത്രത്തോളം കുറയ്ക്കാൻ കഴിയുന്നുള്ളതിന്റെ അടയാളമുള്ള ആൾക്കാരാ. വേറൊന്നുമില്ല, വേറെ ലാഭമൊന്നും ഇപ്പൊ ഇതിനകത്തില്ല.
എന്നിട്ട് പിന്നെ ഇയാള് ഇങ്ങനൊക്കെ പറഞ്ഞു നടന്നതാ. പിന്നെ അവസാനം ഇയാൾ എല്ലും തൊലിയായി, ബാപ്പിയും മീം. അവസാനം ബാപ്പ മരിച്ചപ്പോ ഓനെ വിവരം അറിയിച്ചു ആഫ്രിക്കയിലേക്ക്, അമേരിക്കയിലേക്ക്, റഷ്യയിലേക്ക്, ലണ്ടനിലേക്കൊക്കെ. അപ്പൊ അവൻ എനിക്ക് ഇവിടെ ജോലി തിരക്കിലാണ്, നിങ്ങൾ ശവസംസ്കാര ചടങ്ങ് വീഡിയോയിൽ പകർത്തിക്കോളൂ, അതിലുള്ള പണം മയക്കുന്നുണ്ട്. എന്നിട്ട് അത് പകർത്തിയിട്ട് മൂപ്പർക്ക് അയച്ചു കൊടുക്കുക, വാപ്പനെ കുളിപ്പിക്കുന്നത്. എടാ വരാൻ നേരമില്ല. ഇനി അഥവാ വന്നാല് ചിലര് വരുന്നുണ്ട്, അവന്റെ ഭാര്യയും കൂട്ടിയാ വരിക. കോഴിക്കോട് മിംസിലാണോ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുക. ഓൻ വിചാരിക്കുന്നത് അയച്ചത് ഒരാഴ്ചോട്ട് കൈ വെച്ചിട്ടാ ചെന്നത്. ഇയാളൊരാഴ്ചോട്ട് കൈ, അപ്പൊ കുറച്ച് പൈസ കൊണ്ട് അവസാന കാലത്ത് ബാപ്പനെ നോക്കി നാളെ പേരും കിട്ടി. അതിനാ മിംസ്